വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ലൈവ് സെഷനിലേക്ക് സ്വാഗതം. ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എക്സാമുമായി ബന്ധപ്പെട്ട് മോഡ്യൂൾ 4ന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ മോഡ്യൂൾ 4 എന്ന് പറയുന്നത് ബേസിക്കലി നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ തന്നെയാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ് മോഡ്യൂൾ 4 എന്ന് പറയുന്നത്. ആർക്ക് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വെൽഡിംഗ് ആണ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത് അല്ലെ. ആർക്ക് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടെ ക്ലാസിഫിക്കേഷൻ നോക്കേണ്ടതായിട്ടുണ്ട്. അവിടെയുള്ള പ്രധാനപ്പെട്ട വെൽഡിംഗ് ടേമുകൾ, ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ, മെത്തേഡ്, അവിടെ നമ്മൾ ചെയ്യുന്ന ജോയിന്റുകൾ. ഓക്കെ, അവിടെ ആർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ആർക്കുമായി ബന്ധപ്പെട്ടുള്ള ടെർമിനോളജി നമ്മൾ മനസ്സിലാക്കണം. ദെൻ പൊസിഷൻസ് അല്ലെ, പ്രധാനപ്പെട്ട പൊസിഷനുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആർക്ക് വെൽഡിംഗ് മെഷീൻസ്, ദെൻ അവിടെ യൂസ് ചെയ്യുന്ന പൊളാരിറ്റി അല്ലെ, പൊളാരിറ്റി എന്താണ്, അല്ലെങ്കിൽ ഡി സി വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, എ സി വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ദെൻ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ആർക്ക് ബ്ലോ, ഡിസ്റ്റോർഷൻ, അങ്ങനെയുള്ള കുറച്ച് ഇഫക്റ്റുകൾ ഉണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഡിഫക്റ്റ്, അവിടെ ഉണ്ടാവുന്ന ഡിഫക്റ്റുകൾ, ആർക്ക് വെൽഡിങ്ങിൽ പ്രധാനമായിട്ടും ഉണ്ടാവുന്ന ഡിഫക്റ്റുകൾ. ദെൻ ആർക്ക് വെൽഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സ് അല്ലെ, പ്രധാനപ്പെട്ട ഇലക്ട്രോഡിന്റെ കോഡിങ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഇത്തരത്തിൽ IS കോഡുകൾ അല്ലെങ്കിൽ AWS അല്ലെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടുള്ള കോഡ് സ്റ്റാൻഡേർഡുകൾ മനസ്സിലാക്കണം. ദെൻ വെൽഡിംഗ് സിമ്പിൾ, വെൽഡ് സിമ്പിൾ, അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നമ്മൾ ആ ഒരു റെപ്രസെന്റേഷനുമായി ബന്ധപ്പെട്ട് ഒരു വെൽഡിനെ ഡ്രോയിങ്ങിലേക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഡ്രോയിങ്ങിൽ എങ്ങനെ റീഡ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയാണ് നമ്മളുടെ ആ ഒരു മോഡ്യൂൾ 4 എന്ന് പറയുന്നത്. നമുക്ക് ഇനി നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കുറച്ച് ഏരിയ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, നോക്കി. ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ ഗിവൺ മെറ്റീരിയൽസ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ വെൽഡബിലിറ്റി. വെൽഡബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ, ഓക്കെ, വെൽഡബിലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു വെൽഡ് അല്ലെ, കൃത്യമായിട്ട് നന്നായിട്ട് വെൽഡ് ചെയ്യാൻ കഴിയുന്ന മെറ്റീരിയലുകളെ നമ്മൾ വെൽഡബിലിറ്റി ഉണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇവിടെ കറക്റ്റ് സീക്വൻസ് എങ്ങനെയാണ് അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ഇത്തരത്തിൽ വെൽഡബിലിറ്റി കൂടി വരുന്ന രീതിയിലാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ കൂടി പോവുക എന്നുള്ളതാണ് അല്ലെ, കുറഞ്ഞതിൽ നിന്നും കൂടുതലേക്ക് പോവുക, കൂടിയ വാല്യൂയിലേക്ക് പോവുക, അല്ലെങ്കിൽ ആ രീതിയിലാണ് അസെൻഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ അസെൻഡിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ് അല്ലെ, വലുതിൽ നിന്നും ചെറുതിലേക്കാണ് ഡിസെൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്, കറക്റ്റ് സീക്വൻസ് ഓഫ് ഗിവൺ മെറ്റീരിയൽ ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ വെൽഡബിലിറ്റി അല്ലെ, ഇത്തരത്തിൽ വെൽഡബിലിറ്റി നന്നായിട്ട് വരുന്ന രീതി, അതായത് കുറഞ്ഞതിൽ നിന്നും കൂടുതലായിട്ടുള്ള രീതിയിൽ നമ്മൾ എങ്ങനെയാണ്. ഓക്കെ, ഫൈൻ, ശരൺ. ഓക്കെ, ശരൺ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും സി തന്നെയാണോ? മുഹമ്മദ് ഉണ്ട്, മനു ഉണ്ട്. ഓക്കെ, അപ്പൊ മനസ്സിൽ വരുന്ന ഉത്തരം പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ, കറക്റ്റ് സീക്വൻസ് ഓഫ് ദ ഗിവൺ മെറ്റീരിയൽ ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ വെൽഡബിലിറ്റി. അപ്പൊ തന്നിരിക്കുന്ന 4 മെറ്റീരിയലുകളാണ് പ്രധാനമായിട്ടും. ഓക്കെ, നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് നമ്മൾ പരിചിതമായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് തന്നിരിക്കുന്നത്. ഒന്ന് മൈൽഡ് സ്റ്റീൽ തന്നിട്ടുണ്ട്, പിന്നീട് കോപ്പർ തന്നിട്ടുണ്ട്, കാസ്റ്റ് അയൺ തന്നിട്ടുണ്ട്, അലൂമിനിയം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ 4 മെറ്റീരിയലുകളും നമുക്ക് പരിചയമുള്ള മെറ്റീരിയൽ തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന രീതിയിൽ ഏറ്റവും നന്നായിട്ട് വെൽഡ് ചെയ്യാൻ കഴിയുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? ഇത്തരത്തിൽ മൈൽഡ് സ്റ്റീൽ തന്നെയായിരിക്കും ഏറ്റവും നന്നായിട്ട് വെൽഡ് ചെയ്യാൻ കഴിയുന്നത്. നമുക്കറിയാം, കാർബൺ കണ്ടന്റ് വളരെ കുറവായത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് അവിടെ നന്നായിട്ട് വെൽഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഓപ്ഷൻ ബി ആണോ? അല്ല, മനു ശ്രദ്ധിച്ചോളൂ, മനു ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ വെൽഡബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നന്നായിട്ട് വെൽഡ് ചെയ്യാൻ കഴിയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഹാർഡ്നെസ് കുറവായിരിക്കണം, ബ്രിട്ടിൽനെസ് കുറവായിരിക്കണം. അപ്പൊ അത്തരത്തിൽ കാർബൺ കണ്ടന്റ് ഏറ്റവും കുറവായിട്ടുള്ള മൈൽഡ് സ്റ്റീൽ തന്നെയാണ് തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും നന്നായിട്ട് വെൽഡ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് കാസ്റ്റ് അയൺ, അതിനുശേഷം ഏറ്റവും കുറവ് കാസ്റ്റ് അയൺ ആണ്. അതിനുശേഷം കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളത് കോപ്പർ ആണ്. ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളതാണ് അലൂമിനിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. അപ്പം അലൂമിനിയം ഒക്കെ വെൽഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, അലൂമിനിയം ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ ഏത് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക? അലൂമിനിയം വെൽഡ് ചെയ്യുന്നത്, അലൂമിനിയം നമ്മൾ AC ഇട്ട് വെൽഡ് ചെയ്തില്ലേ? ഏത് മെത്തേഡ് ആയിരുന്നു? ഏത് പ്രോസസ് ആയിരുന്നു? ഏത് ടൈപ്പ് വെൽഡിംഗ് ആയിരുന്നു?
വേഗം പറഞ്ഞു. ഏത് ടൈപ്പ് വെൽഡ്? യെസ്, മുഹമ്മദ് നിസാം കറക്റ്റ് ആണ്. ടിഗ് വെൽഡിങ് അല്ലെ, സംശയമൊന്നും ഇല്ലല്ലോ. സോ അലൂമിനിയം നമ്മൾ ഇത്തരത്തിൽ AC വെൽഡിങ്ങിന്റെ സഹായത്തോടു കൂടി ടിഗ്, ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ഓക്കെ, ഫൈൻ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അലൂമിനിയം വെൽഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് ഏതായിരുന്നു? ഇലക്ട്രോഡ് ഏത് ടൈപ്പാ? അലോയ് ടൈപ്പ് ആണോ പ്യൂർ ടൈപ്പ് ആണോ? അലൂമിനിയം AC വെൽഡ് ചെയ്യുന്നത് അലോയ് ടൈപ്പ് ആണോ പ്യൂർ ടൈപ്പ് ആണോ? A ടൈപ്പ് ആണോ P ടൈപ്പ് ആണോ? പ്യൂർ ആണ് അല്ലെ, സംശയമൊന്നും ഇല്ലല്ലോ. ശരണം, ഓക്കെ ആണ്, എല്ലാവർക്കും ഓക്കെയാണ്. ഫൈൻ. അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, മനസ്സിലൊന്ന് ഓർത്തിരിക്കുക, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ഉത്തരം നോക്കി ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അലൂമിനിയം ആണ്, അതിനുശേഷം കോപ്പർ. ഓക്കെ, കോപ്പർ, ഇലക്ട്രോലൈറ്റിക് കോപ്പർ ഒക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനകത്തേക്ക് ഫോസ്ഫറസ് ഒക്കെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ അതിന് വെൽഡബിലിറ്റിയിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട്, തന്നെ ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് അത് ശരിക്കും പറഞ്ഞത്. പിന്നീട് കാസ്റ്റ് അയൺ. യെസ്, കാസ്റ്റ് അയൺ നമുക്കറിയാം, നമുക്ക് അവിടെ പ്രീ ഹീറ്റിംഗ് ഒക്കെ ചെയ്ത് വളരെ പാടുപെട്ട് നമുക്ക് വെൽഡ് ചെയ്യേണ്ടി വരും. എന്നാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് വെൽഡ് ചെയ്യാൻ കഴിയുന്നത് മൈൽഡ് സ്റ്റീൽ ആണ് അല്ലെ. സോ ആ ഒരു ഓർഡർ ഓർത്തിരുന്നുള്ളൂ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അലൂമിനിയം, കോപ്പർ, കാസ്റ്റ് അയൺ, MS എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ എന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നോക്കി, ഡിസ്റ്റോർഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ. The pipe needle heating produces. Pipe needle പറ്റും. ഓക്കെ, ഇതിലേക്ക് വരാം. The pipe needle heating produces. Remove distortion in one direction. Produces shrinkage and angular correction in two direction. No shrinkage at all. Option D പറഞ്ഞിരിക്കുന്നത് non uniform heating and more distribution. ഏതായിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക? ഡിസ്റ്റോർഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോളുമായി ബന്ധപ്പെട്ട് പൈപ്പ് നീഡിൽ ഹീറ്റിംഗ് ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ആർക്ക് അല്ലെങ്കിൽ വെൽഡ് ചെയ്യുന്ന ഭാഗമായിട്ട് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ അതിനകത്ത് വരുന്നുണ്ട്. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഹീറ്റ് കാരണം ഉണ്ടാകുന്ന എന്താണ് കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ഷ്രിങ്കേജ് കാരണം ഉണ്ടാകുന്ന, ഹീറ്റ് കാരണം കോൺട്രാക്ഷനും ഷ്രിങ്കേജും ഒക്കെ ഉണ്ടാവും മെറ്റൽ അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ഡിഫക്റ്റ്, അതാണ് ബേസിക്കലി ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്റ്റോർഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഹീറ്റിംഗ് ചെയ്യാറുണ്ട് അല്ലെ. പലതരത്തിൽ ഹീറ്റ് ചെയ്യാറുണ്ട്, സ്പോട്ട് ഹീറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പൈപ്പ് നീഡിൽ ലൈൻ ഹീറ്റ് ചെയ്യാറുണ്ട്, ലൈൻ ടൈപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇവിടെ പൈപ്പ് നീഡിൽ ഹീറ്റിംഗ് പ്രൊഡ്യൂസസ് എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഒന്ന് ഗസ് ചെയ്തോളൂ. മനസ്സിലായില്ല, ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ ഗസ് ചെയ്തോളൂ, കുഴപ്പമില്ല, ഇവിടെ തെറ്റിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന പൈപ്പ് നീഡിൽ ഹീറ്റിംഗ്, യെസ്, ഓപ്ഷൻ A, റിമൂവ് ഡിസ്റ്റോർഷൻ ഇൻ വൺ ഡയറക്ഷൻ അല്ലെ. ഓക്കെ, ഫൈൻ. പൈപ്പ് നീഡിൽ ഹീറ്റിംഗ്, ഓക്കെ, B പറഞ്ഞിട്ടുണ്ട്. യെസ്, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B തന്നെയാണ്. പ്രൊഡ്യൂസസ് ഷ്രിങ്കേജ് ആൻഡ് ആംഗുലർ കറക്ഷൻ ഇൻ ടു ഡയറക്ഷൻ, രണ്ട് ഡയറക്ഷനിൽ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും നമ്മൾ അത് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഹീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ പൈപ്പ് നീഡിൽ ഹീറ്റിംഗ് അല്ലെ, ഇങ്ങനെയായിരിക്കും നമ്മൾ രണ്ട് ഭാഗത്തേക്കും ആയിരിക്കും ആ ഒരു രീതിയിലായിരിക്കും ഹീറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഹീറ്റ് ഈസ് അപ്ലൈഡ് അലോങ് ടു ഷോർട്ട് ലൈൻസ് ക്രോസിംഗ് ഈച്ച് അതർ അല്ലെ. ഇത്തരത്തിൽ നമ്മൾ ഇങ്ങോട്ടുമായിട്ടായിരിക്കും നമ്മൾ എപ്പോഴും ആ ഒരു ഹീറ്റ് കൊടുക്കുന്നുണ്ടാവുക അല്ലെ, ഇതിൽ ഹീറ്റ് കൊടുക്കുന്നുണ്ടാവുക. സോ അത്തരത്തിൽ രണ്ട് ലൈനുകൾ ക്രോസ് ചെയ്യുന്ന രീതിയിൽ, വളരെ ഷോർട്ട് ആയിട്ടുള്ള രണ്ട് ലൈനുകൾ ക്രോസ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ ആണ്. ദിസ് പാറ്റേൺ ലൈസ് ഹാഫ് വേ ബിറ്റ്വീൻ ലൈൻ ഹീറ്റിംഗ് ആൻഡ് സ്പോട്ട് ഹീറ്റിംഗ്. ഇതിൽ മറ്റു രണ്ട് ഹീറ്റിംഗ് ടൈപ്പുകളാണ് ലൈൻ ഹീറ്റിംഗും സ്പോട്ട് ഹീറ്റിംഗും. ഓക്കെ, അപ്പൊ അതിന്റെ രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ലൈൻ ഹീറ്റിംഗിന്റെയും സ്പോട്ട് ഹീറ്റിംഗിന്റെയും പാറ്റേൺ അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, produces shrinkage and angular correction in two direction, രണ്ട് ഡയറക്ഷനിൽ. അതുപോലെ തന്നെ യൂണിഫോം ഡിസ്റ്റോർഷൻ റിമൂവൽ ഇഫക്റ്റ്, അതിൽ യൂണിഫോം ആയിട്ടുള്ള ഒരു ഡിസ്റ്റോർഷൻ റിമൂവൽ ഇഫക്റ്റ് നമുക്ക് ഈ പൈപ്പ് നീഡിൽ ഹീറ്റിംഗിലൂടെ കിട്ടുന്നുണ്ടാകും. സോ എഫക്റ്റീവ് ഫോർ മോഡറേറ്റ് ഡിസ്റ്റോർഷൻ ഇൻ പ്ലേറ്റ് ആൻഡ് സ്ട്രക്ചറൽ മെമ്പർ. ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. എഫക്റ്റീവ് ഫോർ മോഡറേറ്റ് ഡിസ്റ്റോർഷൻ ഇൻ പ്ലേറ്റ് ആൻഡ് സ്ട്രക്ചറൽ മെമ്പർ. ഓക്കെ, ഇത്രയും പോയിന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കാം. സോ ഇത്തരത്തിൽ ഹീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിസ്റ്റോർഷനെ ഒഴിവാക്കാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, the standard spacing allowance for non-ferrous metal is dash. Standard spacing allowance
നമുക്കറിയാം ഡൈവേർജൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ പലപ്പോഴും. അപ്പൊ ഡൈവേർജൻസ് അലവൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അത് തന്നെയാണ് ഈ സ്പേസിംഗ് അലവൻസും ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് സ്റ്റാൻഡേർഡ് സ്പേസിംഗ് അലവൻസ് ഫോർ നോൺ ഫെറസ് മെറ്റൽസിന് നമ്മൾ കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് അലവൻസ് എത്രയാണ്? ശരൺ ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട് 1 mm per meter. ഓപ്ഷൻ ഡി മുഹമ്മദ് ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുണ്ട് 10 mm per meter. യെസ്, ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ഇത്തരത്തിൽ ഡൈവേർജൻസ് അലവൻസ് നമ്മൾ 2 മെറ്റീരിയൽക്കാണ് കൊടുക്കുക പൊതുവെ. ഇത്തരത്തിൽ നോൺ ഫെറസും ഫെറസും. അപ്പൊ നോൺ ഫെറസ് മെറ്റൽസിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 mm, ഉത്തരം എന്താണ്? 10 mm per meter ആണ് കൊടുക്കുക. ഓക്കെ, അപ്പൊ നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം അങ്ങനെയുള്ള നോൺ ഫെറസ് ആയിട്ടുള്ള മെറ്റൽസ് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്പേസിംഗ് അലവൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 mm per meter ആണ്. അതല്ല ഈ ഫെറസ് മെറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉത്തരം വരിക 3 mm per meter ആണ്. സ്റ്റാൻഡേർഡ് സ്പേസിംഗ് അലവൻസ് ഫോർ ഫെറസ് മെറ്റൽസ് എന്ന ചോദ്യം എന്നുണ്ടെങ്കിൽ 3 mm per meter ആണ് ഉത്തരമായിട്ട് വരിക. ഓർത്തിരിക്കാം, മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇവിടെ ചിത്രം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. നോക്കി, ഇങ്ങനെയുള്ള ഡൈവേർജൻസ് അലവൻസ് അല്ലെ ഇത്തരത്തിൽ നോക്കി 3 mm for each length ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ like 3 mm per meter for mild steel, that is ferrous metals, and 10 mm per meter for non ferrous metals എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയാവും. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. butt joint on heavy section can be welded without edge preparation using dash. ഏത് ടൈപ്പ് ഇലക്ട്രോഡിന്റെ സഹായത്തോടു കൂടിയാണ് butt joint on heavy sections can welded without edge preparation? ഓക്കെ, ഹെവി ആയിട്ടുള്ള വളരെ അധികം ഹെവി സെക്ഷൻ തിക്നെസ് കൂടിയിട്ടുള്ള ബട്ട് ജോയിന്റുകളൊക്കെ നമ്മൾ സാധാരണ എന്താണ് വിത്തൗട്ട് എഡ്ജ് പ്രിപ്പറേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഏത് ടൈപ്പ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുമ്പോഴാണ്? ഓക്കെ, ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ലോ ഹൈഡ്രജൻ ഇലക്ട്രോഡ്, ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് ഡീപ് പെനട്രേഷൻ ഇലക്ട്രോഡ്, ഓപ്ഷൻ സി അയൺ പൗഡർ ഇലക്ട്രോഡ്, ഓപ്ഷൻ ഡി റൂട്ടൈൽ ഇലക്ട്രോഡ്. യെസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? കറക്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ബി, ഡീപ്പ് പെനട്രേഷൻ ഇലക്ട്രോഡ് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ഡീപ്പ് പെനട്രേഷൻ ഇലക്ട്രോഡിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പ്രത്യേകത പൊതുവെ ഇത്തരത്തിൽ ഡീപ്പ് പെനട്രേഷൻ എന്ന് പറയുമ്പോൾ സെല്ലുലോസിക് കോട്ടിംഗ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. സെല്ലുലോസിക് കോട്ടിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ടാകും. ഡീപ്പ് പെനട്രേഷൻ നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാകും. സാധാരണ ഹെവി സെക്ഷനിൽ യൂസ് ചെയ്യും. പിന്നീടുള്ള ടൈപ്പാണ് കോണ്ടാക്ട് ടൈപ്പ് അല്ലെങ്കിൽ ടച്ച് ടൈപ്പ് അയൺ പൗഡർ അല്ലെ. വളരെ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അതായത് ആ ഡിപ്പോസിഷൻ റേറ്റ് കൂടുതലായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയൺ പൗഡർ ഇലക്ട്രോഡ് ആണ്. ടച്ച് ടൈപ്പ്, കോണ്ടാക്ട് ടൈപ്പ് വളരെ ഈസി ആയിട്ട് നമുക്ക് ആർക്ക് ഇഗ്നൈറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നീട് അണ്ടർ വാട്ടർ ടൈപ്പ് ഉണ്ട്. അണ്ടർ വാട്ടർ ടൈപ്പ് എന്ന് പറയുമ്പോൾ അത് വാർണിഷ് കൊണ്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ടാകും. വാർണിഷ് അല്ലെങ്കിൽ സെല്ലുലോഡ് ലാക്വർ കൊണ്ട് നമ്മളൊരു കവറിങ് കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ദെൻ കട്ടിംഗ് ആൻഡ് ഗോജിങ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും യു ഗ്രൂവുകളായിരിക്കും നമ്മൾ അവിടെ കിട്ടുന്നുണ്ടാവുക. സോ ട്യൂബുലാർ ടൈപ്പ് ആണ് ഇലക്ട്രോഡ്, അവിടെ യു ഗ്രൂവുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഓർത്തിരിക്കാം. ദെൻ ലോ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും എല്ലാ പൊസിഷനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന DC റിവേഴ്സ് പൊളാരിറ്റിയിൽ നമുക്ക് ക്രാക്ക് ഫ്രീ ആയിട്ടൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഹൈഡ്രജന്റെ ഒരു പ്രത്യേകത അറിയാലോ, അവിടെ ക്രാക്ക് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും, ഹൈഡ്രജൻ എംബ്രിറ്റിൽമെന്റ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് സഹായിക്കുന്ന ഒരു ഇലക്ട്രോഡാണ് ലോ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ഇലക്ട്രോഡുകൾ സ്പെഷ്യൽ പർപ്പസ് സ്പെഷ്യൽ കാറ്റഗറിയിലാണ് ഇത്രയും ഇലക്ട്രോഡുകൾ അവിടെ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ലോ ഹൈഡ്രജൻ ഇലക്ട്രോഡ്, ഡീപ് പെനട്രേഷൻ, അയൺ പൗഡർ അല്ലെങ്കിൽ ടച്ച് ടൈപ്പ് അല്ലെങ്കിൽ കോണ്ടാക്ട് ടൈപ്പ്, റൂട്ടൈൽ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഫാബ്രിക്കേഷൻ വർക്കുകൾക്കൊക്കെ ടൈറ്റാനിയം ഡയോക്സൈഡ് കോട്ടിംഗ് വരുന്ന ഒരു ഇലക്ട്രോഡാണ് റൂട്ടൈൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെയാണ്. ഇതാണ് ചോദ്യം. എന്താണ്? ബട്ട് ജോയിന്റ് ഓൺ ഹെവി സെക്ഷൻ ക്യാൻ ബി വെൽഡഡ് വിത്തൗട്ട് എഡ്ജ് പെനട്രേഷൻ. ഉത്തരം എന്താണ്? ഡീപ്പ് പെനട്രേഷൻ ഇലക്ട്രോഡ്. ഓക്കെ ആണല്ലോ, ഫൈൻ ആണല്ലോ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. അക്കോർഡിംഗ് ടു IS 814/1991 ഇലക്ട്രോഡ്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ അല്ലെ. കോഡ് ശ്രദ്ധിച്ചോളൂ, 814 1991. Electrodes are classified based on electrode length, core wire diameter, chemical composition of flux coating, type of welding machine. Yes, Manu. Okay, Manu പറഞ്ഞിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. അക്കോർഡിംഗ് ടു IS 814
1991 electrodes are classified based on, yes, right answer തന്നെയാണ്, chemical composition of flux coating. Chemical composition of flux coating. സംശയമൊന്നുമില്ല, ഓപ്ഷൻ സി തന്നെയാണ് നമ്മുടെ ഉത്തരം, കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ഫ്ലക്സ് കോട്ടിംഗ്. യെസ്, IS 814. ഓക്കെ, ഫൈൻ, ക്ലിയർ ആണെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The total number of groups recognized for mild steel and low alloy electrodes in IS 814 1991. The total number of group recognized for mild steel and low alloy electrodes in IS 814 1991 is dash. 5, option B 7, option C 8, option D 10. The total number of group recognized for എത്ര ഗ്രൂപ്പ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ആസ് പെർ IS 814? ഗസ് ചെയ്തോളൂ. ഇങ്ങനൊരു ഓപ്ഷൻ, ഇങ്ങനൊരു ഉത്തരം നാളെ എക്സാമിൽ, ഇങ്ങനൊരു ചോദ്യം നാളെ എക്സാമിൽ വന്നാൽ നമ്മൾ എന്ത് കൊടുക്കും? ഏതായിരിക്കും ഉത്തരം വരാം? 5 ആണോ, 7 ആണോ, 8 ആണോ, 10 ആണോ? നമ്മളുടെ നിലവിലത്തെ സ്റ്റാറ്റസ് വെച്ചിട്ട് എങ്ങനെയായിരിക്കും ഉത്തരം വരിക? യെസ്, മനു 5 പറഞ്ഞിട്ടുണ്ട്, 5 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരം, ഓക്കെ, ശരൺ ഉത്തരം എ പറഞ്ഞിട്ടുണ്ട്. യെസ് 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 യെസ്. അപ്പൊ ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഉത്തരം ഓപ്ഷൻ ബി 7. ഓപ്ഷൻ ബി 7. അപ്പൊ ഞാനത് കാണിക്കാം എന്താണെന്നുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഇട്ടേക്കുന്നത്, ടെക്സ്റ്റ് ബുക്ക് സ്നിപ്പ് ചെയ്തിട്ടേക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഒന്ന് വായിച്ചു നോക്കി. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സിസ്റ്റം laid down IS 8141991, a classification and coding of covered electrode for metal arc welding of mild steel and low alloy high tensile steel. Mild steel and alloy steel and alloy high tensile steel electrode are classified into 7 recognized group. 7 recognized group. അപ്പോ സിമ്പിൾ ചോദ്യമായിരിക്കും വരിക. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന അലൂമിനിയത്തിന്റെ ടൈപ്പ്, എത്ര ടൈപ്പ് അലൂമിനിയം ഉണ്ട്? 3 ടൈപ്പ് അലൂമിനിയം, അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ അത് വളരെ നമ്മൾ സിമ്പിൾ ആയിരിക്കും, പക്ഷെ നമുക്ക് കിട്ടാൻ സാധ്യത കുറവായിരിക്കും അങ്ങനെയൊക്കെ ചില സമയങ്ങളിൽ. ഓക്കെ, അപ്പോൾ ഓർത്തിരുന്നാൽ മതി, ഇങ്ങനെ ചോദ്യം വന്നാൽ സൈൻ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? 7 recognized group depending upon the chemical composition of flux coating. Chemical composition of flux coating. ക്ലിയർ ആണോ? ഓക്കെ ആണോ? 5 അല്ല 7 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. അപ്പൊ ഇവിടെ 7 recognized ഗ്രൂപ്പ് ഉണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കെമിക്കൽ. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മള് IS കോഡ് പ്രകാരം ഡിപ്പെൻഡിങ് അപ്പോൺ ദ കെമിക്കൽ കോമ്പോസിഷൻ ആണ്. അവിടെ എത്ര ഗ്രൂപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം വന്നത്. 7 ഗ്രൂപ്പുകൾ ഉണ്ട്. ഓക്കെ, മനസ്സിലാക്കിയിരിക്കുക, 7 ഗ്രൂപ്പുകളാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ലൈം കോട്ടഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇലക്ട്രോഡ് are used with AC supply, DC reverse polarity, DC straight polarity, either AC or DC. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഇലക്ട്രോഡാണ്. ഇലക്ട്രോഡ് മെയിൻ ആയിട്ട് നമ്മൾ മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇലക്ട്രോഡ് ഉണ്ട് പ്രധാനമായിട്ടും നമ്മുടെ എക്സാം പോയിന്റ്. യെസ്, DC straight polarity. ഓക്കെ 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 ഓക്കെ. അപ്പോ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ 2 കോട്ടിംഗ് ആണ് പ്രധാനമായിട്ട് ഉണ്ടാവുക. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇലക്ട്രോഡില് 2 കോട്ടിംഗ് ആണ് പ്രധാനമായിട്ട് ഉണ്ടാവുക. ഒന്ന് ലൈം കോട്ടഡ് ആയിരിക്കും, 2 നമ്മുടെ ടൈറ്റാനിയം ഡയോക്സൈഡ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ടൈറ്റാനിയം കോട്ടഡും ഉണ്ട്, അതുപോലെ തന്നെ ലൈം കോട്ടഡും ഉണ്ട്. രണ്ടും നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ SS ഇലക്ട്രോഡ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇലക്ട്രോഡുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇവിടെ ലൈം കോട്ടഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇലക്ട്രോഡിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മളിവിടെ ചോദ്യമായിട്ട് വന്നത്. ഈ ലൈം കോട്ടഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് നമുക്ക് ഓൺലി യൂസ്ഡ് വിത്ത് ഡയറക്റ്റ് കറണ്ട് റിവേഴ്സ് പൊളാരിറ്റി. ഡയറക്റ്റ് കറണ്ട് റിവേഴ്സ് പൊളാരിറ്റി. ഓക്കെ ആണോ? യെസ്, ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. അതായത് ഡയറക്റ്റ് കറണ്ട് റിവേഴ്സ് പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ
that is direct current electrode positive. DCEP. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇവിടെ നോക്കി, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇലക്ട്രോഡുമായി ബന്ധപ്പെട്ട് സ്റ്റെയിൻലെസ് ഇലക്ട്രോഡിൽ പ്രധാനമായിട്ടും 2 കോട്ടിംഗ് ആണുള്ളത്. ലൈം ഓർ ടൈറ്റാനിയം കോട്ടഡ് ആണ്. IS കോഡ് 814 അല്ല, നമ്മളുടെ 814 ബേസിക്കലി മൈൽഡ് സ്റ്റീലുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ IS 5206 1969, 5206 1969 ലൈം കോട്ടിംഗ് ആണ് അവിടെ നടക്കുന്നത്. ലൈം കോട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ DC റിവേഴ്സ് പൊളാരിറ്റി യൂസ് ചെയ്യുന്നു. ടൈറ്റാനിയം കോട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ACയും DCയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ACയും DCEPയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടെ നമ്മൾ പൊതുവെ നിക്കൽ ഉണ്ടാകും, ടഫ്നെസ് കിട്ടും, ക്രോമിയം കൊടുക്കാറുണ്ട്, സ്ട്രെങ്തും ഹാർഡ്നെസ്സും, മാംഗനീസ് സ്ട്രെങ്ത് ഹാർഡ്നെസ് കൊടുക്കാറുണ്ട്. മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഡയറക്റ്റ് കറണ്ട് റിവേഴ്സ് പൊളാരിറ്റി ആണ്, സ്ട്രെയിറ്റ് പൊളാരിറ്റി അല്ല, റിവേഴ്സ് പൊളാരിറ്റി ആണ്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇലക്ട്രോഡ് മനസ്സിലേക്ക് കൊണ്ടുവരിക. 2 കോട്ടിംഗ് കൊടുക്കുന്നു, ടൈറ്റാനിയം കോട്ടഡും ഉണ്ട്, ലൈം കോട്ടഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ലൈം കോട്ടഡ് എന്ന് പറയുന്നത് DC റിവേഴ്സ് പൊളാരിറ്റി ആണ് അല്ലെ, DCEP ആണ്, റിവേഴ്സ് പൊളാരിറ്റി ആണ്. ലൈം കോട്ടഡ് റിവേഴ്സ് പൊളാരിറ്റി. അതുപോലെ തന്നെ ടൈറ്റാനിയം കോട്ടഡ് എന്ന് പറയുമ്പോൾ അവിടെ ACയും DCയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണോ? യെസ്. മറ്റൊരു ചോദ്യം നമുക്ക് പോവാം. ഓക്കെ, the manganese content in mild steel electrode is approximately, നമ്മളുടെ കയ്യിൽ ഇപ്പം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇലക്ട്രോഡ് കണ്ടല്ലോ, അതുപോലെ തന്നെ മറ്റൊരു ഇലക്ട്രോഡാണ് മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡ് അല്ലെ. നമുക്കറിയാം മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡില് കുറെ അധികം കണ്ടന്റുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ നിരവധി, ഇപ്പം കാർബൺ കണ്ടന്റ് അല്ലെങ്കിൽ നിക്കൽ എത്രയാണ്, കോപ്പർ, അതുപോലെ തന്നെ മാംഗനീസ് എത്രയാണ്, സൾഫർ, അങ്ങനെയൊക്കെ, സിലിക്കൺ, അങ്ങനെയൊക്കെയുള്ള കോട്ടിംഗ് കൊടുക്കാറുണ്ട്. സോ മാംഗനീസ് എത്രയാണ്? മാംഗനീസ് കണ്ടന്റ് ഇൻ മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡ് ഈസ് അപ്രോക്സിമേറ്റ്ലി, ഓപ്ഷൻ ഡി തന്നെയാണ് ഉത്തരം, 1.65%. 1.65%. ഓക്കെ, 1.65% ആണ് മാംഗനീസ് കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡിലേക്ക് വരുമ്പോൾ നമുക്കറിയാം മൈൽഡ് സ്റ്റീൽ കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത് 0.1 to 0.3% ആണ്. കാർബൺ കണ്ടന്റ് 0.1 to 0.3%. 3 to 6 ആണെന്നുണ്ടെങ്കിൽ അത് മീഡിയം കാർബൺ, ദെൻ 6 to 1.5 ആണെന്നുണ്ടെങ്കിൽ ഹൈ കാർബൺ എന്നുള്ള രീതിയിൽ കാർബൺ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. പിന്നീട് നമുക്ക് മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡിലുള്ള മറ്റ് കണ്ടന്റുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലിക്കൺ ഉണ്ട്, മാംഗനീസ് ഉണ്ട്, നിക്കൽ ഉണ്ട്, ക്രോമിയം ഉണ്ട്, മോളിബ്ഡനം ഉണ്ട്. ഓക്കെ, സിലിക്കൺ എന്ന് പറയുന്നത് മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡിൽ ഒരു ഡീഓക്സിഡൈസ്ഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓഫ് കോഴ്സ് അയൺ ഓക്സൈഡ്, അതുപോലെ തന്നെ എന്താണ് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഒക്കെ ഡീഓക്സിഡൈസ്ഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ സിലിക്കൺ എബോവ് 0.5%, മാംഗനീസ് അപ് ടു 1.65%, ദെൻ അതുപോലെ തന്നെ മോളിബ്ഡിനം അപ് ടു 0.5%. ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റിലേക്ക് വരാം. ക്രോമിയം എന്ന് പറയുന്നത് ഇവിടെ ടെൻസൈൽ സ്ട്രെങ്തും അതുപോലെ തന്നെ കൊടുക്കുന്നുണ്ടാകും, ഡക്റ്റിലിറ്റി കുറയ്ക്കുന്നു, ലോവേഴ്സ് ഡക്റ്റിലിറ്റി കുറയ്ക്കുന്നതാണ് ക്രോമിയം. ഓക്കെ, ഓർത്തിരുന്നാൽ മതി. മറ്റൊരു പോയിന്റിലേക്ക് വരാം, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, that is the main slag forming substance in flux coated electrode. The main slag forming substance in the flux coated electrode. Yes. മനു ഇത്തരം പറഞ്ഞിട്ടുണ്ട്. The main slag forming, എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. The main, yes, ശരൺ പറഞ്ഞിട്ടുണ്ട്. The main slag forming substance in flux coated electrode. Yes, right answer, clay and limestone. Okay, fine. അതുപോലെ തന്നെ വുഡ്, ഓപ്ഷൻ ബി പറഞ്ഞത് വുഡ് ഫ്ലോർ ആൻഡ് സെല്ലുലോസ് ആണ്. അത് ഗ്യാസ് ഫോമിംഗ് ആണ്. ചോക്ക് ആൻഡ് മാർബിൾ ഉണ്ട്, അത് നമുക്കറിയാം സ്റ്റെബിലൈസിങ് ആണ് അല്ലെ, സ്റ്റെബിലൈസിങ്. ഓക്കെ, സിലിക്കേറ്റ് പൊതുവെ യൂസ് ചെയ്യാറുണ്ട്, അത് ബൈൻഡേഴ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്, സിലിക്കേറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഇവിടെ മെയിൻ സ്ലാഗ് ഫോമിംഗ് സബ്സ്റ്റൻസ് ഇൻ ഫ്ലക്സ് കോട്ടഡ് ഇലക്ട്രോഡ് ക്ലേ ആൻഡ് ലൈംസ്റ്റോൺ തന്നെയാണ്. ഓപ്ഷൻ എ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, ആർക്ക് സ്റ്റെബിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നവരാണ്? ആർക്ക് സ്റ്റെബിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക? ചോക്ക് മാർബിൾസ് ആണ്, പൊതുവെ കാർബണേറ്റുകളാണ്. ഓപ്ഷനിൽ ചിലപ്പോൾ കാർബണേറ്റ്സ് തരും. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും ചോക്കും അതുപോലെ തന്നെ മാർബിളും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ കാർബണേറ്റ് ആണ് ബേസിക്കലി അത്. ഓക്കെ,
കാൽഷ്യം കാർബണേറ്റ് അങ്ങനെയുള്ള കാർബണേറ്റുകളാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക. ദെൻ അതുപോലെ തന്നെ ഡീഓക്സിഡൈസ്ഡ് ആയിട്ട് വരുന്നുണ്ടാവുക. നമ്മുടെ നേരത്തെ പറഞ്ഞ അയൺ ഓക്സൈഡ്, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ പോറോസിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡീഓക്സിഡൈസ്ഡ് യൂസ് ചെയ്യുന്നുണ്ടാവുക. സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റെബിലൈസർ യൂസ് ചെയ്യാറുണ്ട്. ദെൻ സ്ലാഗ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലേ ലൈംസ്റ്റോൺ, സ്ലാഗ് ഫോം ചെയ്യാനാണ് ക്ലെയും ലൈംസ്റ്റോണും. ദെൻ ഫ്ലക്സിംഗ് ആൻഡ് ക്ലീനിങ് ഏജന്റ് ആണ്, ദാറ്റ് ഈസ് ക്ലോറൈഡ്സ്, ഫ്ലൂറൈഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ഫ്ലക്സിംഗ് അല്ലെങ്കിൽ ക്ലീനിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. കൺട്രോൾ ഫ്ലൂയിഡിറ്റി അല്ലെ, മോൾട്ടനറ്റിന്റെ ഫ്ലൂയിഡിറ്റിയും ഓക്സൈഡ് റിമൂവ് ചെയ്യാനൊക്കെ ക്ലീനിങ് അല്ലെങ്കിൽ ഫ്ലക്സിംഗ് ഏജന്റ് ആയിട്ട് ലൈംസ്റ്റോൺ, ക്ലോറൈഡ്സ്, ഫ്ലൂറൈഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഗ്യാസ് ഫോമർ ആയിട്ടാണ് വുഡ് ഫ്ലോർ, ഡെക്സ്ട്രിൻ, സെല്ലുലോസ് യൂസ് ചെയ്യാറ്. ദെൻ ബൈൻഡിങ് ആയിട്ട് നമ്മൾ സിലിക്കേറ്റ്, ദാറ്റ് ഈസ് സോഡിയം സിലിക്കേറ്റ് ആൻഡ് പൊട്ടാസ്യം സിലിക്കേറ്റ്. ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ചോദ്യത്തിലേക്ക് വരാം. The basic electrodes ഇവിടെ low hydrogen electrodes are baked and stored at. ബേസിക് ഇലക്ട്രോഡ്സ് നമ്മൾ ഓവനിൽ വെച്ച് ചൂടാക്കും, ബേക്ക് ചെയ്യും. പിന്നീട് എന്താണ്, അത് കുറച്ച് സമയം നമ്മൾ ഹോൾഡ് ചെയ്യും, പിന്നെ അതിനുശേഷം നമ്മൾ സ്റ്റോർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ബേസിക് ഇലക്ട്രോഡ്സ് ആർ ബേക്ക്ഡ് ആൻഡ് സ്റ്റോർഡ് അറ്റ്. യെസ്, ശരൺ ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് മനു ഓപ്ഷൻ എ ആയിരുന്നു പറഞ്ഞു അല്ലെ. ഓക്കെ, മനു ശ്രദ്ധിച്ചോളൂ. ഇവിടെ ബേസിക് ഇലക്ട്രോഡ് നമുക്കറിയാം, അവിടെ ബേക്ക് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ കെയർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സ്റ്റോർ ചെയ്യുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ 450 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ നന്നായിട്ട് അതിനെ ചൂടാക്കും, ബേക്ക് ചെയ്യും. 450 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തതിന് ശേഷം ഏകദേശം 300 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിനെ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അതിനുശേഷം 180 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അതിനെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആ ഒരു ടെമ്പറേച്ചർ കുറച്ച് നേരം ഹോൾഡ് ചെയ്തതിനു ശേഷം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ടാവും, സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. യെസ്, അപ്പൊ ഇവിടെ ഉത്തരം എന്താണ്, ഒരു ഓപ്ഷൻ ബി ആണ് ഉത്തരം. 450 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുന്നു, ബേക്ക് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്ന ടെമ്പറേച്ചർ 150 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനു ഓക്കെ ആണോ? ഓക്കെ, മറ്റേ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം നോക്കേ. ഇൻ AHAW, ഈ AHAW എന്ന് പറഞ്ഞാൽ എന്തുവാ? AHAW, the welding job is. എന്താണ് ഈ AHAW എന്ന് പറഞ്ഞാല്? AHAW എന്ന് പറഞ്ഞാൽ എന്താ? AHAW എന്ന് പറഞ്ഞാൽ അറ്റോമിക് ഹൈഡ്രജൻ. യെസ്, ആണോ? നല്ല ആണ്, അങ്ങനെ തന്നെ പറഞ്ഞോളൂ, ആണ്. അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിംഗ്, അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിംഗ്, അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിംഗ്, അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിംഗ്. അത്രയല്ലോ, ഓക്കെ ആണല്ലോ. ഓക്കെ, ഇൻ അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിംഗ് the welding job is option A hoga, that is part of the welding circuit. Option B, out of the welding circuit. Option C, used as one of the electrode. Option D, connected to positive terminal. welding job നമ്മൾ ഈ പറഞ്ഞ അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിംഗ് സർക്യൂട്ടിന്റെ ഒരു പാർട്ട് ആണ് എന്നാണ് പറയുന്നത് ഓപ്ഷൻ എ. പാർട്ട് അല്ല എന്നാണ് പറയുന്നത് ഓപ്ഷൻ ബി. യൂസ്ഡ് ആസ് വൺ ഓഫ് ദി ഇലക്ട്രോഡ്, ഒരു ഇലക്ട്രോഡായിട്ട് നമ്മളുടെ വെൽഡിംഗ് ജോബ് ആക്ട് ചെയ്യുന്നതാണ് ഓപ്ഷൻ സി പറയുന്നത്. കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് വെൽഡിംഗ് ജോബ് ആണെന്നാണ് പറയുന്നത്. ഏതായിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക? എ, ബി, സി, ഡി. അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിംഗ് ആണ്. അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിംഗ് എന്താണെന്നൊരു ബേസിക് ഐഡിയ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതാണ്. യെസ്, ഓപ്ഷൻ സി, യൂസ്ഡ് ആസ് വൺ ഓഫ് ദ ഇലക്ട്രോഡ്. മനു പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട്, യൂസ്ഡ് ആസ് വൺ ഓഫ് ദ ഇലക്ട്രോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നോക്കി, അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി. So atomic hydrogen arc welding is a welding process in which arc is formed between two tungsten electrode in an atmosphere of hydrogen gas. അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ വർക്ക് പീസ്. ഈ വർക്ക് പീസുമായിട്ട് ഈ പറഞ്ഞ നമ്മുടെ വെൽഡിംഗ് സർക്യൂട്ടിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഇവിടെ രണ്ട് ഇലക്ട്രോഡുകൾ തമ്മിൽ കോണ്ടാക്ട്, അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിലാണ് ആർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആ രണ്ട് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് രണ്ടും ടങ്സ്റ്റൺ ഇലക്ട്രോഡ് തന്നെയാണ്.
പിന്നീട് അവിടെ ഷീൽഡിംഗ് ഇഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് കൊടുക്കുന്നു. ഹൈഡ്രജൻ ഗ്യാസ് ഷീൽഡിംഗ് ഇഫക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ പറയുന്ന വർക്ക് പീസ് ഇതുമായി ബന്ധപ്പെട്ടൊന്നുമില്ല. വർക്ക് പീസ് ഈ ഒരു സർക്യൂട്ടിന്റെ ഭാഗമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് മറ്റൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് നമ്മുടെ ആർക്ക് വെൽഡിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു മെത്തേഡ് ഓഫ് വെൽഡിംഗ് ആണ് അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഏകദേശം 4300 ഡിഗ്രി സെൽഷ്യസ്, ഏകദേശം 4000 മുതൽ 4300 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് വരുന്നത്. ആർക്ക് വെൽഡിങ്ങിന്റെ ഏകദേശം നമുക്കറിയാം 3600 ഡിഗ്രി സെൽഷ്യസ്. ആർക്ക് വെൽഡിംഗ് 3600 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നുണ്ടാവുക. ഏകദേശം നമ്മുടെ അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് ഏകദേശം 4300 ഡിഗ്രി സെൽഷ്യസ് വരുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 ഇലക്ട്രോഡുകൾ യൂസ് ചെയ്യുന്നു. ഏത് ഇലക്ട്രോഡ് ആണെന്നുള്ള ചോദിക്കാം. അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഇലക്ട്രോഡുകൾ ഏതാണ്? അത് ടങ്സ്റ്റൺ ഇലക്ട്രോഡുകളാണ്. ആ 2 ടങ്സ്റ്റൺ ഇലക്ട്രോഡുകൾ ഇടയിലാണ് നമ്മളുടെ ഒരു ആർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ആ ആർക്ക് ഷീൽഡ് ചെയ്തുകൊണ്ട് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും. അവിടെ വർക്ക് പീസ് എന്ന് പറയുന്നത് ഈ ഒരു സർക്യൂട്ടിന്റെ ഭാഗമല്ല എന്നുള്ളത് ഓർത്തിരിക്കാം. അതേപോലെ തന്നെ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 4300 ഡിഗ്രി സെൽഷ്യസ് ആണ്. മോർ ദാൻ ആർക്ക് വെൽഡിംഗ്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉത്തരം എന്താ വരിക? യെസ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം വരിക. ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ദ വെൽഡിംഗ് സർക്യൂട്ട്. അപ്പൊ അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിംഗുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇതിൽ കൂടുതലൊന്നും ചോദിക്കത്തില്ല. അപ്പൊ ഒരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഒന്ന് ടെമ്പറേച്ചർ, പിന്നെ അവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡുകൾ ഏതൊക്കെയാണ്, പിന്നെ അവിടെ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ആ ഒരു വർക്ക് അതിന്റെ ഭാഗമാണോ എന്ന് ചോദിക്കാറുണ്ട്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷീൽഡിംഗ് ഗ്യാസ് ഹൈഡ്രജൻ ആണ്, അത് നമുക്കറിയില്ല. ഓക്കെ, ഫൈൻ. ക്ലിയർ എന്ന് കരുതുന്നു. ഓക്കെ ആണോ? ഇങ്ങോട്ട് പോകാം. ഇത്രയും ക്വസ്റ്റ്യനും ഇത്രയും കാര്യങ്ങളും ഇത്രയും ഏരിയ കവർ ചെയ്തപ്പോ ഓക്കെ ആണോ? ഓക്കെ മനു, ഓക്കെ ശരൺ, ഓക്കെ ഫൈൻ. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ഇൻ ദ കാർബൺ ഇലക്ട്രോഡ് ടെസ്റ്റ്, what happens if the carbon electrode is connected to negative terminal? Okay, carbon electrode test. In the carbon electrode test, what happens if the carbon electrode is connected to negative terminal? Carbon electrode is connected to negative terminal. Option A പറഞ്ഞിരിക്കുന്നത് the pointed end burns away. Option B പറഞ്ഞിരിക്കുന്നത് the electrode becomes blunt. Option C പറഞ്ഞിരിക്കുന്നത് there is no change. Option D പറഞ്ഞത് it melt quickly. ഈ കാർബൺ ഇലക്ട്രോഡ് ടെസ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടാണ്? പൊളാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. 2 ടെസ്റ്റ് ഉണ്ട്. ഒന്ന് വാട്ടർ ടെസ്റ്റ് ഉണ്ട്, പിന്നീട് കാർബൺ ഇലക്ട്രോഡ് ടെസ്റ്റ് ഉണ്ട്. യെസ്, ഓപ്ഷൻ ഡി, ഇറ്റ് മെൽറ്റ് ക്വിക്ലി എന്നാണ് നമ്മുടെ മനു പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോ പൊളാരിറ്റിയുമായി ബന്ധപ്പെട്ട് പൊളാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട 2 ടെസ്റ്റുകളാണ്. ഒന്ന് ഇലക്ട്രോഡ് ടെസ്റ്റ്, കാർബൺ ഇലക്ട്രോഡ് ടെസ്റ്റ്, പിന്നീട് ഒന്നുള്ളത് വാട്ടർ ടെസ്റ്റ്. യെസ്, അപ്പൊ ഇവിടെ കാർബൺ ഇലക്ട്രോഡ് ടെസ്റ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ കാർബൺ ഇലക്ട്രോഡ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ. കാർബൺ ഇലക്ട്രോഡ് നെഗറ്റീവ് ടെർമിനലാണ്. നമുക്കറിയാം 2 ടെർമിനൽ ആണുള്ളത്, ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ്. പോസിറ്റീവിന്റെ പ്രത്യേകത എന്താണ്? അവിടെ നമ്മുടെ ഹീറ്റിന്റെ അല്ലെങ്കിൽ കറണ്ട് 1/, അല്ലെങ്കിൽ എത്രയാണ്, ദാറ്റ് ഈസ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ഇവിടെ വരുന്നുണ്ടാവും. ദാറ്റ് ഈസ് 2/3 ജനറേറ്റ് ചെയ്യുന്നത് പോസിറ്റീവിലാണ്, അതിന് 1/3 ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും നെഗറ്റീവില്. നമ്മൾ ഈ കാർബൺ ഇലക്ട്രോഡ് കൊണ്ടുവന്ന് വെച്ച് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ കുറവായിരിക്കും. അതേസമയം ഞാൻ ആ കാർബൺ ഇലക്ട്രോഡ് കൊണ്ടുവന്നിട്ട് പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് എന്ത് ചെയ്യും? അത് ബ്ലണ്ട് ചെയ്ത് പോലെ അല്ലെ, ബേൺ ആയി പോകും. അതെല്ലാം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആയിരിക്കും അല്ലെ. സോ ദാറ്റ് മീൻസ് അവിടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമോ? അവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ? നെഗറ്റീവിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ? എന്തെങ്കിലും ചേഞ്ച് വരുമോ? അപ്പൊ ഉത്തരം എന്താ വരിക? കാർബൺ ഇലക്ട്രോഡ് ടെസ്റ്റില് നമ്മളുടെ ഇലക്ട്രോഡ് നെഗറ്റീവിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഓപ്ഷൻ എ, ബി, സി, ഡി. ഇനി ഉത്തരം പറഞ്ഞോളൂ, ഏതായിരിക്കും വരിക? യെസ്, സംശയമൊന്നുമില്ലല്ലോ. അതാണ് നമ്മളുടെ കാർബൺ ഇലക്ട്രോഡ് ടെസ്റ്റ്. ദെൻ മറ്റൊരു ടെസ്റ്റ് ആണ് വാട്ടർ ടെസ്റ്റ്. പരിചയമുണ്ടോ? വാട്ടർ ടെസ്റ്റിന്റെ പ്രത്യേകത എന്താ?
വാട്ടർ ടെസ്റ്റിനകത്ത് ഇത്തരത്തിൽ ഇലക്ട്രോഡ് ഉണ്ടാവും. ഒരു കണ്ടെയ്നറിനകത്തേക്ക് നമ്മൾ എന്താണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. രണ്ട് ഇത്തരത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താണ് മുക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ബബിൾസ് ഫോം ചെയ്യും. ആദ്യം ബബിൾസ് ഫോം ചെയ്യുന്നത് നെഗറ്റീവിലായിരിക്കും, പിന്നീട് പതുക്കെ ആയിരിക്കും പോസിറ്റീവിൽ വരുന്നുണ്ടാവുക. അപ്പോൾ ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ബബിൾസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാകും. ഏറ്റവും പെട്ടെന്ന് ബബിൾസ് വരുന്നത് ഏതായിരിക്കും? നെഗറ്റീവ്. പതുക്കെ വരുന്നത് പോസിറ്റീവ്. ഓക്കെ ആണോ? വാട്ടർ ടെസ്റ്റും കാർബൺ ഇലക്ട്രോഡ് ടെസ്റ്റും പൊളാരിറ്റി ചെക്ക് ചെയ്യാനാണെന്നും രണ്ടും എന്താണെന്നുള്ളത് ക്ലിയർ അല്ലേ? ചോദ്യം വന്നാൽ ചെയ്തുകൂടെ? യെസ്, ഓക്കെ ഫൈൻ. മറ്റു ചോദ്യം നോക്കിയേ. ഇനി വെൽഡിംഗ് സിമ്പിൾ, വെൽഡിംഗ് സിമ്പിൾ, വെൽഡല്ല വെൽഡിംഗ് സിമ്പിൾ. Where does the root opening size appear? Where does the root opening size appear? In welding symbol, where does the root opening size appear? Option A, above the basic weld symbol. Option B, below the welding arrow. Option C, inside the weld basic symbol, on the tail of the welding symbol. വെൽഡിംഗ് സിമ്പിളില് റൂട്ട് ഓപ്പണിംഗ് നമുക്കറിയാലോ, ഇത്തരത്തിൽ റൂട്ട് ഓപ്പണിംഗ് MM നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ, ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ആ ഒരു സൈസ് നമ്മൾ എവിടെയാണ് കൊടുക്കുക? എബോവ് ദ ബേസിക് വെൽഡ് സിമ്പിൾ, ബിലോ ദ വെൽഡിംഗ് ആരോ, ഇൻസൈഡ് ദ ബേസിക് വെൽഡ് സിമ്പിൾ, ഓൺ ദ ടെയിൽ ഓഫ് ദ വെൽഡിംഗ് സിമ്പിൾ. ഉത്തരം പറഞ്ഞോളൂ. മനസ്സിൽ വരുന്ന ഉത്തരം പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഇങ്ങനെ ചോദ്യം നമ്മുടെ എക്സാമിന് കിട്ടുകയാണ്. ഇൻ എ വെൽഡിംഗ് സിമ്പിൾ, വേർ ഡസ് ദ റൂട്ട് ഓപ്പണിംഗ് സൈസ് അപ്പിയർ? റൂട്ട് ഓപ്പണിംഗ് സൈസ് എവിടെയാണ് വരിക? above the basic weld symbol, below the welding arrow, inside the basic weld symbol, on the tail of the welding symbol. Yes, ഗസ് ചെയ്തോളൂ, ഗസ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഏതായിരിക്കും ഉത്തരം വരിക? യെസ്, ഓപ്ഷൻ ഡി ശരൺ, ഓപ്ഷൻ ഡി, ഓൺ ദ ടെയിൽ ഓഫ് ദ വെൽഡിംഗ് സിമ്പിൾ. ടെയിൽ. അപ്പൊ വെൽഡിംഗ് സിമ്പിളിനകത്ത് നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളൂ ഇത്തരത്തിൽ. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നമ്മൾ റെഫറൻസ് ലൈന് പാരലായിട്ടുള്ള റെഫറൻസ് ലൈന്, പിന്നീട് നമ്മളുടെ ആരോ അല്ലെ, റെഫറൻസ് ലൈന് ആരോ, ഇവിടെ ടെയിൽ. ഈ ടെയിൽ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ടെയിൽ പോർഷൻ ബേസിക്കലി എന്താണ്? നമ്മൾ അത് ഈ പറഞ്ഞ ബാക്കി റെഫറൻസുകളാണ്. അവിടെ എന്ത് മെത്തേഡ് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ബാക്കി ഡീറ്റെയിൽസുകളാണ് ടെയിൽ പോർഷൻ. ഈ ടെയിൽ എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, നമുക്ക് വേണമെന്നൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. നമ്മളിപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്നതിന് ടെയിൽ ആവശ്യമുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് വേണം. ഇത്തരത്തിൽ ആരോ വേണം. ഓക്കെ, ടെയിൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ റെഫറൻസുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് മെത്തേഡാണ് അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസുകൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള റെഫറൻസ് ഡീറ്റെയിൽസുകളൊക്കെ പൊതുവെ കൊടുക്കുക. ഇറ്റ് ഈസ് ഓൺ ദ വെൽഡ് സിമ്പിളിന്റെ ടെയിൽ പോർഷൻ. അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക റൂട്ട് ഓപ്പണിംഗ് സൈസ് അപ്പിയേഴ്സ്, ദാറ്റ് ഈസ് ഇൻസൈഡ് ദ ബേസിക് വെൽഡ് സിമ്പിൾ. ഇൻസൈഡ് ദ ബേസിക് വെൽഡ് സിമ്പിൾ. ഇൻസൈഡ് ദ ബേസിക്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു വി ആണ് നമ്മൾ ചെയ്തിരിക്കേണ്ടത്. വി ആണെന്നെങ്കിൽ നമ്മുടെ വി ബേസിക് വെൽഡ് സിമ്പിൾ വി ആണ്. ആ വിക്ക് ഉള്ളിലായിരിക്കും ഫോർ എക്സാമ്പിൾ 1.5 എന്ന് എഴുതുന്നുണ്ടാവുക. ഓക്കെ, 1.5 mm എഴുതുന്നുണ്ടാവുക. ഓക്കെ ആണോ? അപ്പോ ചിത്രം നോക്കാം. ദാറ്റ് ഈസ് ഇവിടെ. ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോ അവിടെ ഉള്ളിലായിട്ടായിരിക്കും നമ്മൾ 3 mm അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഡിഗ്രി ആ റൂട്ട് ഗ്യാപ്പ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഗ്രൂവ് ആംഗിൾ ഒക്കെ. ദാറ്റ് ഈസ് റൂട്ട് ഓപ്പണിംഗ് സൈസ് ഈസ് ഷോൺ ഇൻസൈഡ് ദ ബേസിക് വെൽഡ് സിമ്പിൾ ഓൺ കംപ്ലീറ്റ് ബിൽഡിംഗ് സിമ്പിൾ. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മില്ലിമീറ്റർ, MM കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ, അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇവിടെ റൂട്ട് ഓപ്പണിംഗ് സൈസ് ഈസ് ഷോൺ ഇൻസൈഡ് ദ ബേസിക് വെൽഡ് സിമ്പിൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമ്മളത് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ വരും ചില സാധനങ്ങൾ അല്ലെ. ഓക്കെ ആണല്ലോ? ഫൈൻ ഫൈൻ. മറ്റു ചോദ്യം നോക്കി. ദ റെക്ടിഫയർ വെൽഡിംഗ് സെറ്റ്. അറിയാലോ, AC വെൽഡിങ്, DC വെൽഡിങ്, AC വെൽഡിംഗ് മെഷീന്, DC വെൽഡിംഗ് മെഷീന്. ഓക്കെ, ഇവിടെ റെക്ടിഫയർ വെൽഡിംഗ് സെറ്റ് ഷുഡ് ബി ക്ലീൻഡ് ആൻഡ് ചെക്ക്ഡ് at least once in a week, once in a month, once in 3 months, once a year. Yes, option C, once in 3 months. Rectifier set
നമ്മുടെ വെൽഡിംഗ് മെഷീൻ, റെക്ടിഫയർ വെൽഡിംഗ് മെഷീൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ക്ലീൻ ചെയ്യണം. ഓരോ ആഴ്ചയിലും ക്ലീൻ ചെയ്യണം, ഒരു മാസത്തിൽ ഒരിക്കലും ക്ലീൻ ചെയ്യണം, 3 മാസം കൂടുമ്പോൾ ഒരു തവണ ക്ലീൻ ചെയ്യണം, ഒരു വർഷത്തിൽ ഒരു തവണ. ഉത്തരം എന്താ വരിക? ഉത്തരം എങ്ങനെ വരിക? സ്റ്റാൻഡേർഡ് ആണ്. റെക്ടിഫയർ വെൽഡിംഗ് സെറ്റ് എല്ലാവർക്കും ഉത്തരം വൺസ് ഇൻ എ 3 months തന്നെയാണോ? റെക്ടിഫയർ വെൽഡിംഗ് സെറ്റ് ഷുഡ് ബി ക്ലീൻഡ്. യെസ്, റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വൺസ് ഇൻ എ മന്ത്. വൺസ് ഇൻ എ മന്ത്, വൺസ് ഇൻ എ മന്ത്. ഇപ്പൊ കെയർ ആൻഡ് മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട് നമ്മളുടെ വെൽഡിംഗ് മെഷീൻ ക്ലീൻ ആൻഡ് ചെക്ക് ദ റെക്ടിഫയർ at least 1 in a month. Check and clean the rectifier set at least 1 in a month. ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം, ക്ലീൻ ചെയ്യണം. പ്രധാനമായിട്ടും ഈ പറയുന്ന റെക്ടിഫയറിനകത്ത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ടാവാറുണ്ട്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ടാവാറുണ്ട്. റെക്ടിഫയർ സെൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു കൂളിംഗ് ഫാൻ ഉണ്ടാവുക. കൂളിംഗ് ഫാൻ, 3 സാധനങ്ങളാണ് പ്രധാനമായിട്ടും ഒരു റെക്ടിഫയർ യൂണിറ്റിൽ ഉണ്ടാവുക. സ്റ്റെപ്പ് ഡൗൺ റെക്ടിഫയർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ടാവാറുണ്ട്, റെക്ടിഫയർ സെൽ ഉണ്ടാവാറുണ്ട്, കൂളിംഗ് ഫാൻ ഉണ്ടാവാറുണ്ട്. ഈ കൂളിംഗ് ഫാന്റെ ഫാൻ ഷാഫ്റ്റ് വൺസ് എവറി 3 മാസം, എവറി 3 months. ലൂബ്രിക്കേറ്റ് ദ ഫാൻ ഷാഫ്റ്റ് വൺസ് എവറി 3 months. ചോദിക്കാം, അവർക്ക് ചോദിക്കാം, ഇവിടെ നിന്നും ചോദിക്കാം. മെഷീനുമായി ബന്ധപ്പെട്ട് അതിന്റെ മെയിൻ്റെനൻസ് കെയർ എങ്ങനെയാണ്? ഓക്കെ, ഇത് 2 മാത്രം ഓർത്തിരുന്നാൽ മതി, ബാക്കിയൊക്കെ നോർമൽ കേസുകൾ തന്നെയാണ്. അപ്പൊ ഈ കൂളിംഗ് ഫാൻ ഒന്നും ഇല്ലാതെ റെക്ടിഫയർ സെറ്റ് നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്യരുത്. ചിലപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരും, അപ്പൊ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും അല്ലെ? ഈ പറഞ്ഞ കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരുമ്പോൾ 3 months എടുത്ത് താഴെ ഇടും, വൺസിന്റെ മന്ത് എടുത്ത് മുകളിൽ ഇടും, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കൺഫ്യൂസിങ് ആവും. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, നമ്മളെല്ലാം പ്രതീക്ഷിക്കണം. So ensure the air ventilation system in a good condition. Never operate the welding rectifier without the cooling fan. ഒരിക്കലും നമ്മൾ ഓപ്പൺ ചെയ്യാൻ എന്താണ് അത് വർക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. Do not switch between AC/DC mode while welding in progress. വെൽഡ് ചെയ്യുന്ന സമയത്ത് AC/DC സ്വിച്ച് ചെയ്യരുത്. ഓക്കെ, അതൊക്കെ ബുദ്ധിമുട്ടാവും. യെസ്, ക്ലിയർ ആണോ? ഓക്കെ ആണോ? കെയർ ആൻഡ് മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട് ഓക്കെ ആണോ? യെസ്. മറ്റു ചോദ്യം, the rectifier cell consists of supporting plate made of. The rectifier cell consists of supporting plate. Yes. The rectifier cell consists of supporting plate made of option B തന്നെയാണ്, steel and aluminum. Steel and aluminum. ഓക്കെ, റെക്ടിഫയർ സെല്ലിൽ നമ്മൾ ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? ഈ ഓപ്ഷനകത്ത് ആനോഡായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. ആനോഡ് ഓപ്ഷൻ ABCD ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത്. റെക്ടിഫയർ സെല്ലിൽ ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? റെക്ടിഫയർ സെല്ലിൽ ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത് നിക്കൽ ആൻഡ് ബിസ്മിത്ത്. കാഥോഡായിട്ട് യൂസ് ചെയ്യുന്നത് കാഡ്മിയം ആൻഡ് ബിസ്മിത്ത്. ചോദിക്കാൻ സാധ്യതയുണ്ട്, അപ്പൊ മനസ്സിലാക്കിയിരുന്നാൽ മതി. റെക്ടിഫയർ സെല്ലുമായി ബന്ധപ്പെട്ട് സപ്പോർട്ടിംഗ് പ്ലേറ്റ് മെയ്ഡപ്പ് ഓഫ് സ്റ്റീൽ ആൻഡ് അലൂമിനിയം. ബേസിക്കലി സ്റ്റീൽ അലൂമിനിയം സപ്പോർട്ടിംഗ് പ്ലേറ്റ് ഉണ്ട്, അതിനകത്തൊരു നമ്മൾ കോട്ടിംഗ് കൊടുക്കുന്നുണ്ടാവും, ഒരു പ്ലേറ്റ് കോട്ടിംഗ് കൊടുക്കുന്നുണ്ടാവും. സോ നിക്കൽ ആൻഡ് ബിസ്മിത്തിന്റെ പ്ലേറ്റ് കോട്ടിംഗ് കൊടുക്കുന്നുണ്ടാവും. അതിനുശേഷം അതിനകത്തൊരു സ്പ്രേ നമ്മൾ ചെയ്യുന്നുണ്ടാവും. സെലീനിയം വെച്ചിട്ട് നമ്മളൊരു സ്പ്രേ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അതിലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ടാവും. പിന്നീട് ഒരു കവറിങ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, സോ കവറിംഗ് ആണ് ഇത്തരത്തിൽ കാഡ്മിയം ബിസ്മിത്ത് കവറിംഗ് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. സോ ആനോഡ് എന്ന് പറയുന്നത് നിക്കൽ ബിസ്മിത്ത് പ്ലേറ്റിംഗ്, കാത്തോഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അലൂമിനിയം ഫിലിം ഓഫ് കാഡ്മിയം ബിസ്മിത്ത് ആൻഡ് ടിൻ ആണ്. ഓക്കെ, ഓർത്തിരുന്നാൽ മതി. മറ്റു ചോദ്യം, പാർട്ട് ഓഫ് എ DC generator that cut magnetic lines of force to generate current is a dash. The part of DC generator, DC direct current generator that cut magnetic lines of force to generate current
കറണ്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ഫീൽഡിനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസിനെ കട്ട് ചെയ്യുന്ന നമ്മളുടെ ഡി സി ജനറേറ്ററിന്റെ പാർട്ട് ഏതാണ്? യെസ്, മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുന്ന ഡി സി ജനറേറ്ററിന്റെ ഭാഗം എന്ന് പറയുന്നത് യെസ് ഓപ്ഷൻ സി ആണ്, അർമേച്ചർ. ഓപ്ഷൻ സി ആണ് അർമേച്ചർ. സോ അവിടെ ജനറേറ്റ് ചെയ്യുന്ന എ സിനെ ഡി സി ആക്കി മാറ്റുന്നത് കമ്മ്യൂട്ടേറ്റർ ആണ്. പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നുണ്ടാവുക കാർബൺ ബ്രഷ് വഴിയായിരിക്കും ഔട്ട് നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? കമ്മ്യൂട്ടേറ്റർ പറഞ്ഞാൽക്കും ഓക്കെ അല്ലേ? സംഗതി മനസ്സിലായില്ലേ? ആർമേച്ചർ ഉണ്ടാവും. ഈ ആർമേച്ചറിനകത്ത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്താണ് ഇത്തരത്തിൽ ഇവിടെ ഫീൽഡ് കോയിലുകളൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരു ആർമേച്ചർ ഉണ്ടാവും, അതിനകത്ത് കുറെ സ്ലോട്ടുകളൊക്കെ ഉണ്ടാവും. അതിനകത്തായിരിക്കും നമ്മുടെ ആ ഒരു കാർബൺ വയറുകളൊക്കെ നമ്മൾ വൈൻഡ് ചെയ്ത് വെക്കുന്നുണ്ടാവുക. സോ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യും. ഈ ഫീൽഡ് അല്ലെങ്കിൽ യോക്ക് ബോഡിയിൽ വെച്ചിട്ടുള്ള ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും, അവനെ കട്ട് ചെയ്യും. അപ്പോൾ ആർമേച്ചറിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടാവും കറണ്ട്. ദെൻ അത് നമ്മൾ കമ്മ്യൂട്ടേറ്റർ വഴി പുറത്തേക്ക് ബ്രഷ് വഴി പുറത്തേക്ക് എടുക്കുക ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ ഉത്തരം ഓപ്ഷൻ സി, ആർമേച്ചർ. സോ ആർമേച്ചർ ഈസ് ദ റൊട്ടേറ്റിംഗ് പാർട്ട് ഏതാണ്? ആർമേച്ചർ. That cut the magnetic lines of force between the main pole. മെയിൻ പോളുകൾ ഉണ്ടാവും. Okay. So this motion induces that is electromotive force EMF in the armature conductor to generate the electrical current. Field coil commutator എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യുക, that is generated AC in armature into DC. AC to DC എന്നത് കൺവേർട്ട് ചെയ്യുന്നതാണ് കമ്മ്യൂട്ടേറ്റർ. Okay, fine. മറ്റൊരു ചോദ്യം, what is the full form of RSEM in welding? RSEM. Resistance spot electrical method, resistance seam electric welding method, rotary seam electric machine, rapid shielded electrode welding method. RSEM. വേഗം പറഞ്ഞോളൂ. RSEM. ഓപ്ഷൻ സി ശരൺ. ശരണേ ആലോചിക്കുക. RSEM എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരം. റെസിസ്റ്റൻസ് സീം ഇലക്ട്രിക് വെൽഡിംഗ് മെത്തേഡ്. യെസ് സിദ്ദിഖ്, കറക്റ്റ് ആണ്. റെസിസ്റ്റൻസ് സീം ഇലക്ട്രിക് വെൽഡിംഗ് മെത്തേഡ്. അപ്പൊ ഇങ്ങനെ കുറെ കോഡുകൾ, ഷോർട്ട് ഫോമുകളുണ്ട്. അതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. കൺഫ്യൂസ് ആവുന്നത് അത്രേ ഉള്ളൂ. ബാക്കി ഈ പറയുന്ന നമ്മുടെ സ്പോട്ട് വെൽഡിങ്ങും അതുപോലെ തന്നെ സീം വെൽഡിംഗ് തമ്മിൽ ചിലപ്പോൾ ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് നോക്കിയിരുന്നാൽ മതി. ഓക്കെ, ദെൻ ബാക്കിയുള്ള കോഡുകളൊക്കെ നമുക്ക് ഏകദേശം അറിയാം. അപ്പം AHW ദാറ്റ് ഈസ് അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ്, BMAW ബെയർ മെറ്റൽ ആർക്ക് വെൽഡിംഗ്, CA കാർബൺ ആർക്ക്, EB electron beam welding, EG electro gas, ES electro slag, FCA flux core arc welding, FW flash welding, then resistance projection ആണെന്നുണ്ടെങ്കിലാണ് RPW, RS ഇതാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നത് അല്ലെ. RSEW റെസിസ്റ്റൻസ് സീം ഇലക്ട്രിക് വെൽഡിംഗ് ആണ്. RSW എന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് സ്പോട്ട് വെൽഡിംഗ് ആണ്. സോ സ്പോട്ട് ആകുമ്പോൾ അവിടെ RSW ഉള്ളൂ, മറ്റൊരു RSEW വരും. SAW submerged arc welding, SMAW shielded metal arc welding, SCAW shielded carbon arc welding, SW stud arc welding, okay, TW thermit welding, then UW ultrasonic welding, then GCA gas carbon arc welding, GMAW gas metal arc welding, GTA gas tungsten arc welding, IW induction welding. W means welding ആണ്, ബാക്കി നോക്കിയാൽ മതി. Induction welding, LBW എന്ന് പറഞ്ഞാൽ എന്താ, ലേസർ ബീം വെൽഡിംഗ് ആണ് അല്ലെ. LBW ലേസർ ബീം വെൽഡിംഗ്, OAW ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ്, OHW ഓക്സി ഹൈഡ്രജൻ പ്ലാസ്മ ആർക്ക് വെൽഡിംഗ്, PGW പ്രഷർ ഗ്യാസ് വെൽഡിംഗ്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വെൽഡിങ്ങുകൾ നമ്മളുടെ ഒരു ഷോർട്ട് ഫോം ഒക്കെ മനസ്സിലാക്കി വെക്കാം. ചിലപ്പോൾ ഫുൾ ഫോം ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സിമ്പിൾ ആയിരിക്കും, തെറ്റിക്കരുത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണോ? മറ്റൊരു ചോദ്യം, ഫോർ വെൽഡിംഗ് കറണ്ട് റേഞ്ച് ഫ്രം 100 to 300 ampere, which shade number of filter glass should be used?
for welding current ranging from 100 to 300, which shade number of filter glass should be used? Yes, option B, 10 to 11. Yes, Sharan, Manu. സിദ്ധിക്കണ്ടോ? സിദ്ധിക്ക് പോയോ? ഏതായിരിക്കും തോന്നുന്നുണ്ടാവുക? തരത്തിൽ 100 to 300 ആംബിയർ, up to 100 ആംബിയർ, 100 to 300 ആംബിയർ, above 300 ആംബിയർ. യെസ്. അപ്പൊ ഇവിടെ നോക്കി 8, 9, അതുപോലെ തന്നെ 10, 11, 12, 14. യെസ്. സോ ഇവിടെ ഉത്തരം എന്താ വരിക? ദാറ്റ് ഈസ് 10, 11 ആണ് ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. 8, 9, 10, 11, 12, 14 ടു 100, 100 to 300, 300 above. അപ്പൊ ഇവിടെ റേഞ്ച് ഓഫ് വെൽഡിംഗ് കറണ്ട് ഇൻ ആംബിയർ ആണ് അതിന്റെ ലൈക്ക് ബേസ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഷെയ്ഡഡ് ഗ്ലാസ് അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ആ ഒരു ഷെയ്ഡ് നമ്പർ എടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കറണ്ട് വാല്യൂ. സോ ഈ പറഞ്ഞ ഷെയ്ഡ് നമ്പറുകൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള ചോദ്യം വന്നാലും അവിടെ മനസ്സിലാക്കണം അത് കറണ്ടിന്റെ അടിസ്ഥാനത്തിലാണ്, അത്ര ആംബിയറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. അപ്പൊ കറണ്ട് വാല്യൂ കൂടുന്നതനുസരിച്ച് നമുക്ക് ഫോർ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് കറണ്ട് കൂടുതലൊക്കെ ഫോർ എക്സാമ്പിൾ GMAW. അപ്പൊ GMAW എന്ന് പറയുമ്പോൾ അവിടെ അൾട്രാസോണിക് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് ആയിട്ടുള്ള റേസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ നമ്മൾ അതനുസരിച്ചുള്ള ഷെയ്ഡ് നമ്പറുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ, അവിടെ അതനുസരിച്ചുള്ള നമ്പറുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. മറ്റൊരു ചോദ്യം നോക്കിയേ. എ ഷോർട്ട് ആർക്ക് വിൽ റെഡ്യൂസ്. ഷോർട്ട് ആർക്ക് വിൽ റെഡ്യൂസ്. ഓപ്ഷൻ എ ആർക്ക് ബ്ലോ, ഓപ്ഷൻ ബി ഡിസ്റ്റോർഷൻ, ഓപ്ഷൻ സി പെനട്രേഷൻ, ഓപ്ഷൻ ഡി വെൽഡിംഗ് ക്രാക്ക്. യെസ്, ശരൺ. സോ റീസെന്റ് നടന്ന ട്രേഡ്സ്മാൻ ബിൽഡിംഗ് ചോദിച്ച ചോദ്യമാണ്, സംശയമൊന്നും കാണത്തില്ല, അതെല്ലാം കണ്ട ചോദ്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഷോർട്ട് ആർക്ക് വിൽ റെഡ്യൂസ്. അപ്പൊ ആർക്ക് പ്രധാനമായിട്ടും ഷോർട്ട്, ലോങ്, അതുപോലെ തന്നെ നോർമൽ അല്ലെ, ഇത്തരത്തിൽ 3 ആർക്കുകളാണ് ഉള്ളത് അല്ലെ. അപ്പൊ മീഡിയം അല്ലെങ്കിൽ നോർമൽ ആർക്ക്. ഓക്കെ, ഫൈൻ. അപ്പൊ ആർക്ക് ഇവിടെ ഉത്തരം എന്താണ്? ആർക്ക് ബ്ലോ തന്നെയാണ്. സോ ഷോർട്ട് ആർക്ക് വിൽ റെഡ്യൂസ്. ഷോർട്ട് ആർക്ക് വിൽ റെഡ്യൂസ് ആർക്ക് ബ്ലോ. ഓപ്ഷൻ എ ആണ്. So the arc blow, when the arc deviates from its regular path due to magnetic disturbance, is called arc blow. ഈ പറയുന്ന ആർക്ക് ബ്ലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് കാരണം നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു ആർക്കിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. സോ അതിനെയാണ് നമ്മൾ ആർക്ക് ബ്ലോ എന്ന് പറയുന്നത്. സോ ആർക്ക് ബ്ലോ നമുക്ക് പൂർണ്ണമായിട്ടും എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ആർക്ക് ബ്ലോനെ നമുക്ക് പൂർണ്ണമായിട്ടും എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ബൈ യൂസിങ് വിച്ച് കറണ്ട്? ഏത് കറണ്ട് വെച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പൂർണ്ണമായിട്ടും? യെസ്, AC അല്ലെ. പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുമില്ലെങ്കിൽ AC ആക്കിയാൽ മതി. DC നെ മാറ്റി AC ആക്കി കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് ആർക്ക് ബ്ലോനെ ഒഴിവാക്കാൻ പറ്റും. യെസ്, റൈറ്റ് ആൻസർ ആണ്. മനസ്സിലാക്കിയിരിക്കാം. മറ്റൊരു ചോദ്യം, ആർക്ക് ബ്ലോ ഈസ് മോർ സിവിയർ വെൻ. ആർക്ക് ബ്ലോ ഈസ് മോർ സിവിയർ വെൻ. ഇത്തരത്തിൽ കൂടുതലായിട്ട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സിവിയർ ആകുന്നത് എപ്പോഴാണ്? വെൽഡിംഗ് നിയർ ദ സെന്റർ ഓഫ് ദ പ്ലേറ്റ്, വെൽഡിംഗ് നിയർ കോർണേഴ്സ് ഓഫ് or end of the joint, option D welding with the short arc length using low current. Yes, right answer. Arc blow is more severe when. എപ്പോഴാണ് കൂടുതൽ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്? മോർ സിവിയർ ആകുന്ന എപ്പോഴാണ്? യെസ്, റൈറ്റ് ആൻസർ ആണ് വെൽഡിംഗ് നിയർ കോർണേഴ്സ് ഓർ എൻഡ് ഓഫ് ജോയിന്റ്. വെൽഡിംഗ് നിയർ കോർണേഴ്സ് ഓർ എൻഡ് ഓഫ് ജോയിന്റ്. അപ്പൊ ഈ ആർക്ക് ബ്ലോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അല്ലെ, ഒരു സിറ്റുവേഷൻ ഉണ്ടാണ്. അപ്പൊ ഇത്തരത്തിൽ ആ ആർക്ക് ബ്ലോ നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. ആർക്ക് ബ്ലോ ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്റ്റോർഷൻ ഉണ്ട്. അപ്പൊ ആർക്ക് ബ്ലോയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഈ ആർക്ക് ബ്ലോ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? എങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയാം അല്ലെ? ഇത്തരത്തിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഈ പറയുന്ന എർത്ത് കേബിൾ ഉണ്ടല്ലോ, എർത്ത് കണക്ഷൻ, ആസ് ഫാർ ഫ്രം ദ വെൽഡിംഗ് ജോയിന്റ് ആസ് പോസിബിൾ. ദൂരെ വെക്കുക. നമ്മളുടെ ഈ എർത്ത് കണക്ഷൻ ക്ലാമ്പ് ചെയ്തിട്ടുണ്ടാവില്ല, എർത്ത് ക്ലാമ്പ് വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. ആ ക്ലാമ്പ് കഴിവതും ജോയിന്റിന്റെ ഭാഗത്തു നിന്നും ദൂരെ മാറ്റി വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന പൊസിഷൻ ചേഞ്ച് ചെയ്യുക. നമ്മൾ വെൽഡ് ചെയ്യുന്ന പൊസിഷൻ, ടേബിളിന്റെ ആ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ അല്ലാന്നെങ്കിൽ നമ്മളുടെ ആ ഒരു വർക്ക് പീസിനകത്തേക്ക് നമുക്ക് നമ്മളുടെ ആ ഒരു ഇലക്ട്രോഡ് ചുറ്റി വെക്കാം. അതിൽ കേബിള് നമ്മൾ അതിനകത്തേക്ക് ചുറ്റി വെക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇതൊക്കെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സോ വെൽഡിംഗ് ടുവേർഡ്സ് ദ ഹെവി വെൽഡിംഗ് ടാക്ക് ഓർ വെൽഡ് ഓൾറെഡി മെയ്ഡ് അല്ലെ. ഇത്തരത്തിൽ എന്താണ് ഈ പറഞ്ഞ രീതിയിൽ ടാക്ക് ഹെവി ആയിട്ടുള്ള ലെഗത്തേക്ക് അടുത്തേക്ക് വെൽഡ് ചെയ്ത് വരിക അല്ലെ.
ദറ്റ് ഈസ് ടുവേർഡ്സ് എ ഹെവി വെൽഡിംഗ് ടാക്ക് കൊടുക്കുക, അല്ലെങ്കിൽ വെൽഡ് ഓൾറെഡി മെയ്ഡിലേക്ക് എന്താണ് വെൽഡ് ചെയ്ത ഭാഗത്തേക്ക് ഇങ്ങനെ ചെയ്ത് വരിക. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ബാക്ക് സ്ട്രോക്ക് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. Then keeping a magnetic bridge on the top of the groove joint, ഒരു മാഗ്നറ്റിക് ബ്രിഡ്ജ് പ്ലേറ്റ് നമ്മുടെ മുകളിൽ വെക്കുക. അതുപോലെ തന്നെ ഹോൾഡിംഗ് ദ കറക്റ്റ് ഇലക്ട്രോഡ് ആംഗിൾ വിത്ത് ഷോർട്ട് ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ ഇവിടെയാണ് ചോദ്യമായിട്ട് വന്നത്, ഷോർട്ട് ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് ആർക്ക്, ഓക്കെ, ഷോർട്ട് ആർക്ക് സാധാരണ നമ്മൾ ഈ ഷോർട്ട് ആർക്ക് നമ്മൾ റൂട്ട് റൺ ഒക്കെ ചെയ്യുന്നതിനായിട്ട്, അതുപോലെ തന്നെ പൈപ്പിന്റെ ഒക്കെ അല്ലെങ്കിൽ മറ്റു വെൽഡ് ചെയ്യുന്ന സമയത്ത് റൂട്ട് റൺ അടിക്കുന്നത് ഷോർട്ട് ആർക്ക് വെച്ചാൽ അല്ലെ. പൊതുവെ ഷോർട്ട് ആർക്കിന്റെ മറ്റൊരു ഉപയോഗമാണ് റൂട്ട് റൺ. ഈ റൂട്ട് റണ്ണ് അറിയാമല്ലോ, റൂട്ട് റൺ എന്ന് പറഞ്ഞാൽ ആദ്യം ഈ റണ്ണ് നിൽക്കുന്ന സമയത്ത് ആദ്യത്തെ റണ്ണാണ് റൂട്ട് റൺ. ഏറ്റവും അവസാനത്തെ റൺ ഏതാ? നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അവസാനത്തെ റൺ ഏതാ? വെൽഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അവസാനത്തെ റൺ ഏതാ? സീലിംഗ് അല്ലെ, സീലിംഗ് റൺ എന്നല്ലേ പറയാ. ക്യാപ്പ് അങ്ങനെ ഉണ്ടോ അറിയില്ല, ക്യാപ്പ് റൺ ഉണ്ടോ? സീലിംഗ് റണ്ണ് അത് തന്നെയാണോ ഉദ്ദേശിച്ചത്? ഏറ്റവും അവസാനം നമ്മൾ സീലിംഗ് റൺ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ സീലിംഗ് അല്ലെ, ഓക്കെ ഫൈൻ. അപ്പൊ സീലിംഗ് റൺ കൊടുക്കുന്നുണ്ടാവും, ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ബാക്കിംഗ് റൺ കൊടുക്കുന്നുണ്ടാവും. സോ ഏറ്റവും തുടക്കത്തിൽ കൊടുക്കുന്ന റണ്ണാണ് റൂട്ട് റണ്ണ്, ഏറ്റവും അവസാനം കൊടുക്കുന്ന റണ്ണാണ് സീലിംഗ് റൺ എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. പിന്നീട് ഇത്തരത്തിൽ പൈപ്പുകളുടെയൊക്കെ റൂട്ട് റൺ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലക്സ് അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോഡ് ഏതായിരിക്കും? ഏത് ടൈപ്പ് ഇലക്ട്രോഡാണ് പൈപ്പുകളുടെയൊക്കെ റൂട്ട് റൺ അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഏതാ? പൈപ്പുകളുടെയൊക്കെ റൂട്ട് റൺ അടിക്കാൻ വേണ്ടിയിട്ട് റെട്ടൈൽ ആണോ? അല്ല, അത് സെല്ലുലോസിക് ടൈപ്പ് ആണ്. സെല്ലുലോസിക് ടൈപ്പ് ആണ് പൈപ്പുകളുടെയൊക്കെ റൂട്ട് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. സെല്ലുലോസിക് ടൈപ്പ് ആണ്, അത് ഓർത്താൽ മതി, അതൊന്ന് ഓർത്തിരിക്കാം. റൂട്ടൈൽ നമ്മൾ നോർമൽ എന്താണ് ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, നോർമൽ ഫാബ്രിക്കേഷൻ വർക്കുകൾക്ക് റൂട്ടൈൽ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണല്ലേ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ആ ശരി. അപ്പൊ അത് എന്റെ കൂട്ടത്തിൽ പറയുന്നുള്ളതേ ഉള്ളൂ. ആർക്ക് ബ്ലോയുമായി ബന്ധപ്പെട്ട് യൂസ് റൺ ഓൺ ഓഫ് പ്ലേറ്റ് യൂസ് ചെയ്യുക, ഷോർട്ട് ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയൊക്കെ നമുക്ക് ഇത് ഒഴിവാക്കാൻ സാധിക്കും. ആർക്ക് ബ്ലോ ഒഴിവാക്കുന്നത് എങ്ങനെയാണ്? സോ ആർക്ക് ബ്ലോ ഒഴിവാക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ഇലക്ട്രോഡ് ആൻഡ് ദ ബേസ് മെറ്റൽ ഈസ് ലെസ് ദാൻ ദ ഡയമീറ്റർ ഓഫ് ദ കോർ വയർ, ലോങ്, മീഡിയം, ഷോർട്ട്, നോർമൽ. ലോങ്, മീഡിയം, ഷോർട്ട്, നോർമൽ. യെസ്, സി. അപ്പൊ ഇവിടെ ഈ ആർക്ക് മെയിനായിട്ട് 3 തരത്തിലുള്ള ആർക്കാണ് ഉള്ളത്. അപ്പൊ ലോങ് ആർക്ക് ഉണ്ട്, മീഡിയം ഉണ്ട്, ഷോർട്ട് ഉണ്ട്. അപ്പൊ ഷോർട്ടിനെ കുറിച്ച് നമ്മളിപ്പോൾ ഓൾറെഡി സംസാരിച്ചു. ഷോർട്ട് ആർക്ക് ഓൾറെഡി ഇവിടെ ഉത്തരം അത് തന്നെയാണ്, ഷോർട്ട് ആർക്ക് തന്നെയാണ്. അതായത് ആ ഒരു പറഞ്ഞ ഡയമീറ്ററിനെക്കാട്ടിൽ കുറവാണ് നമ്മുടെ ഇലക്ട്രോഡ് വർക്ക് പീസ്. ഓക്കെ, ഈ പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളുടെ കോർ വയറിന്റെ ഡയമീറ്റർ ഉണ്ടാവുമല്ലോ. സോ ഫോർ എക്സാമ്പിൾ ഡിനെക്കാട്ടിൽ കുറവാണ് ഈ ഡിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഷോർട്ട് എന്ന് വിളിക്കാം. ഡിക്ക് തുല്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? മീഡിയം അല്ലെങ്കിൽ നോർമൽ ആർക്ക് എന്തെന്ന് വിളിക്കാം. അതല്ല ഡിയെക്കാട്ടിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ലോങ് ആർക്ക് എന്ന് വിളിക്കാം. സംശയമൊന്നുമില്ല, ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഒന്ന് റിഫ്രഷ് ചെയ്ത് പോയാൽ മതി. അപ്പൊ ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് ടിപ്പ് ഓഫ് ദി ഇലക്ട്രോഡിന്റെ ടിപ്പും നമ്മുടെ വർക്കിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയമീറ്റർ, കോർ ഓഫ് ദ വയർ അല്ലെങ്കിൽ ഡയമീറ്ററുമായി ബന്ധപ്പെട്ട് കുറവാണ്, അല്ലെ, ലെസ് ദാൻ ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഷോർട്ട് ആണ്. ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത് നോർമൽ, മീഡിയം ആണ്. അതിനെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ അത് ലോങ് ആർക്ക് ആയിരിക്കും. യെസ്, ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഷോർട്ട് ആർക്ക് ആണ്. ഓക്കെ ഫൈൻ, ഷോർട്ട് ആർക്ക്. അപ്പൊ ഇത് നോക്കി, ഷോർട്ട് ആർക്കിന്റെ പ്രത്യേകത പോപ്പിംഗ് സൗണ്ട്, ഒരു പോപ്പിംഗ് സൗണ്ട് വരുന്നുണ്ടാവും. പോപ്പിംഗ് സൗണ്ട്, ഓക്കെ, പോപ്പിംഗ് സൗണ്ട്. ഹമ്മിങ് സൗണ്ട് എവിടെ വരിക? ഹമ്മിങ് സൗണ്ട് എവിടെ വരിക? ഹമ്മിങ് സൗണ്ട് ഷോർട്ട് ആണോ, മീഡിയം ആണോ, നോർമൽ ആണോ? യെസ്, ലോങ് ആണെങ്കിൽ ലോങ് ഹമ്മിങ് നമ്മൾ പാടാറില്ല, അപ്പോൾ നിർത്തുന്നാൽ മതി. ലോങ് ഹമ്മിങ് വരുന്നുണ്ടാവും. ഓക്കെ, ലോങ് ആർക്ക്. ക്രാക്ലിംഗ് സൗണ്ട് വരുന്ന എവിടെ ആയിരിക്കും? ക്രാക്ലിംഗ് അങ്ങനെ സൗണ്ട് ഉണ്ടല്ലേ? ക്രാക്ലിംഗ് സൗണ്ട് ഏതായിരിക്കും? ക്രാക്ലിംഗ്, യെസ്, മീഡിയം അല്ലെങ്കിൽ നോർമൽ ആണ്. യെസ്. സ്ക്വീലിംഗ് സൗണ്ട് എവിടെ കേട്ടിട്ടുള്ളത് നമ്മൾ? സ്ക്വീലിംഗ് സൗണ്ട് എവിടെ നമ്മൾ കേട്ടിട്ടുള്ളത്? സ്ക്വീലിംഗ് സൗണ്ട് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? സ്ക്വീലിംഗ് സൗണ്ട് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് എവിടെങ്കിലും സ്ക്വീലിംഗ് സൗണ്ട് കേട്ടിട്ടുണ്ടോ? സ്ക്വീലിംഗ് സൗണ്ട് മനുവേ
ടെസ്റ്റിംഗ് നമ്മൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഗ്യാസ് വെൽഡിംഗ് പഠിച്ച സമയത്ത് സ്കീലിംഗ് സൗണ്ട് എവിടെ കേട്ടിട്ടുള്ള? ഗ്യാസ് വെൽഡിങ്ങിനകത്ത് ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നുണ്ടോ? ഫ്ലാഷ് ബാക്ക് സമയത്ത് ഒരു സ്ക്യൂലിംഗ് സൗണ്ട് കിട്ടാറുണ്ട്. അപ്പൊ അത് വഴി ഓക്കെ സാർ ഓർത്തിരുന്നാൽ മതി. പറഞ്ഞെന്നുള്ളൂ, സൗണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഓർമ്മയുള്ള സൗണ്ടുകളൊക്കെ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഓക്കെ ഫൈൻ. ഇനി ടേക്ക്. അപ്പൊ ഇവിടെ പോപ്പിംഗ് സൗണ്ട് ഷോർട്ട് ആർക്ക്, ക്രാക്ലിംഗ് സൗണ്ട് നോർമൽ, പിന്നെ നമ്മൾ പറഞ്ഞ സൗണ്ട് ഹമ്മിങ് സൗണ്ട് ലോങ്. ഓക്കെ, ഓർത്തിരുന്നാൽ മതി. ഇവിടെ ഇലക്ട്രോഡ് മെൽറ്റ് ക്വിക്ലി ആണ്, ട്രൈങ് ടു ഫ്രീസ് വിത്ത് ജോബ്, പെട്ടെന്ന് തന്നെ എന്താണ് മെൽറ്റ് ആവുന്നുണ്ടാകും. പിന്നെ ഹയർ മെറ്റൽ വിത്ത് നാരോ വിത്ത് അല്ലെ, ഓക്കെ, ഹയർ മെറ്റൽ വിത്ത് നാരോ വിത്ത് ബീഡ് അല്ലെ, നാരോ ആയിട്ടുള്ള ബീഡായിരിക്കും. നാരോ ആയിട്ടുള്ള ബീഡാണ്. മെറ്റൽ ഡെപ്ത് കൂടുതലായിരിക്കും, പെനട്രേഷൻ കൂടുതലായിരിക്കും. സ്പാറ്റേഴ്സ് കുറവായിരിക്കും അല്ലെ, മോർ ഫ്യൂഷൻ ആൻഡ് പെനട്രേഷൻ. സ്പാറ്റേഴ്സ് വളരെ കുറവായിരിക്കും. ലോങ് ആർക്കിലായിരിക്കും സ്പാറ്റേഴ്സ് കൂടുതൽ. കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ അല്ലെങ്കിൽ മീഡിയം ഓക്കെ ആയിരിക്കും. ഷോർട്ട് ആർക്കിൽ സ്പാറ്റേഴ്സ് കുറവായിരിക്കും, ഡെപ്ത് ഓഫ് പെനട്രേഷൻ വളരെ കൂടുതലായിരിക്കും, വളരെ നാരോ ആയിട്ടുള്ള ബീഡായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്താൽ മതി. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ദി ഇലക്ട്രോഡ് ആൻഡ് ദ പേരന്റ് മെറ്റൽ വേർ ദ ആർക്ക് സ്ട്രൈക്ക് ഈസ് കോൾഡ്. എയർ ഗ്യാപ്പ്, ആർക്ക് ലെങ്ത്, ആർക്ക് ഡിസ്റ്റൻസ്, ആർക്ക് വിഡ്ത്ത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ദി ഇലക്ട്രോഡ്, സംശയമൊന്നും വേണ്ട, ഇതൊക്കെ കറക്റ്റ് ആണ്. വളരെ സിമ്പിൾ ചോദ്യമാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ദ ഇലക്ട്രോഡ് ആൻഡ് ദ പേരന്റ് മെറ്റൽ വേർ ദ ആർക്ക് സ്ട്രൈക്ക് ഈസ് നോൺ ആസ് ആർക്ക് ലെങ്ത്. എന്താ വിളിക്കുക? ആർക്ക് ലെങ്ത് എന്ന് വിളിക്കാം. ഓക്കെ, വിച്ച് ആർക്ക്, നേരത്തെ പറഞ്ഞതുപോലെ മറന്നു ഒരു കാര്യം പോയിന്റ് പറയാം. വിച്ച് ടൈപ്പ് ഓഫ് ലൈക്ക് നമ്മള് പ്ലഗ് വെൽഡ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സ്ലോട്ട് വെൽഡ് ചെയ്യുന്നതിനും നമ്മൾ യൂസ് ചെയ്യുന്ന ആർക്ക് ലെങ്ത് ഏതാ? ആർക്ക് ഏതാ? സ്ലോട്ട് വെൽഡ് അല്ലെങ്കിൽ പ്ലഗ് വെൽഡുകൾക്ക് യൂസ് ചെയ്യുന്ന ഏതാണ്? സ്ലോട്ട് വെൽഡ് അല്ലെങ്കിൽ പ്ലഗ് വെൽഡിന് നിങ്ങളോട് ചോദിക്കുകയാണ്. സ്ലോട്ട് വെൽഡ് അല്ലെങ്കിൽ പ്ലഗ് വെൽഡിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആർക്ക് ഏതാണ്? ലോങ് ആണോ, ഷോർട്ട് ആണോ, അതോ മീഡിയം ആണോ? യെസ്, അപ്പൊ ഓർത്തിരുന്നോളൂ. പ്ലഗ് അല്ലെങ്കിൽ സ്ലോട്ട് വെൽഡിങ്ങിന് നമ്മൾ പൊതുവെ ലോങ് ആർക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, ഓർത്തിരുന്നോളൂ. പ്ലഗ് അല്ലെങ്കിൽ സ്ലോട്ട് വെൽഡിങ്ങിന് ലോങ് ആർക്ക് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നോട്ട് ചെയ്താൽ മതി. യൂസ്ഡ് ഇൻ പ്ലഗ് ആൻഡ് സ്ലോട്ട് വെൽഡ് ലോങ് ആർക്ക് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, കൺഫ്യൂസിംഗ് ആണ്, നല്ലൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. സോ യൂസ്ഡ് ഇൻ പ്ലഗ് ആൻഡ് സ്ലോട്ട് വെൽഡിംഗ് നമ്മൾ ലോങ് ആർക്ക് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ഫൈൻ. മീഡിയം, നോർമൽ, ഷോർട്ട് ആർക്കുകളൊക്കെയാണ് ഓൾറെഡി നമ്മൾ കണ്ടു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. Sometime in electric arc welding, arc gives out more spatters. It is due to ഇലക്ട്രിക് ആർക്ക് വെൽഡ് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ കൂടുതൽ സ്പാറ്റേഴ്സ് ഉണ്ടാകും, കൂടുതൽ സ്പാറ്റേഴ്സ് ഫോം ചെയ്യും. സ്പാറ്റേഴ്സ് ഉണ്ടാവാനുള്ള ഒരു കാരണം, കൂടുതൽ സ്പാറ്റേഴ്സ് ഉണ്ടാവാനുള്ള ഒരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ലോങ് ആർക്ക് വന്നാൽ സ്പാറ്റേഴ്സ് കൂടുതലായിട്ട് വരും. ലോങ് ആർക്ക് ഓപ്ഷനകത്ത് ലോങ് ആർക്ക് ഇല്ല, ഷോർട്ട് ആർക്ക് ആണ്. സോ അത് ഉത്തരമല്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഈ പറഞ്ഞ ലോങ് ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഹൈ വെൽഡിങ് കറണ്ട് അല്ലെ, ഹൈ വെൽഡിങ് കറണ്ട് നോക്കി, ഹൈ വെൽഡിങ് കറണ്ട് കാരണം എന്ത് ചെയ്യുന്നുണ്ടാവും? തരത്തിൽ സ്പാറ്റേഴ്സ് ഫോം ചെയ്യുന്നുണ്ടാവും. യെസ്, ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം. ഹൈ വെൽഡിങ് കറണ്ട് കാരണം എന്ത് ചെയ്യുന്നുണ്ടാകും? സ്പാറ്റേഴ്സ് ഫോം ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ ലോങ് ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ എക്സസീവ് വെൽഡിങ് കറണ്ട്, ഇൻകറക്റ്റ് പൊളാരിറ്റി, ഇംപ്രോപ്പർ ആയിട്ടുള്ള ഇലക്ട്രോഡ് ആംഗിള്, അതുപോലെ തന്നെ മോയിസ്റ്റ് അല്ലെങ്കിൽ ഓയിലി ഇലക്ട്രോഡ്, ഇറഗുലർ ആർക്ക് അല്ലെങ്കിൽ അൺസ്റ്റഡി ആയിട്ടുള്ള ഹാൻഡ് മൂവ്മെന്റ്, ഹൈ ആർക്ക് വോൾട്ടേജ്, ഇതൊക്കെ എന്താണ് ഇത്തരത്തിൽ നമുക്ക് സ്പാറ്റേഴ്സ് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ കാരണങ്ങളാണെന്ന് ഓർത്തിരുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം നോക്കിയേ. ഇൻ ഇലക്ട്രോഡ് കോട്ടിംഗ് ER 4211 where R indicate type of covering, welding position, tensile strength of the joint, welding current. ഏതായിരിക്കും? ER 4211 കോമൺ ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്, ഒരു കോഡാണ് ER 4211. ട്രെയിനീസ് ഒക്കെ, നമ്മളുടെ ട്രെയിനീസ് ഒക്കെ കൂടുതലും വെൽഡ് ചെയ്ത് പഠിക്കുന്ന ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോഡാണ് ER 4211 പറയുന്നത്. ER 4211. ഇവിടെ എന്താണ് R റെപ്രസെന്റ് ചെയ്യുന്നത്? R എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? E ഫോർ ഇലക്ട്രോഡ് അല്ലെ, കോട്ടഡ് ഇലക്ട്രോഡ് ആണ്. സോ R എന്ന് പറയുന്നത് റുട്ടൈൽ ആണ്. സോ R എന്ന് പറയുന്നത് എന്തായിരിക്കും? ടൈപ്പ് ഓഫ് കവറിങ്. വിഷയമൊന്നുമില്ലല്ലോ, ടൈപ്പ് ഓഫ് കവറിങ്.
ഓക്കെ ഫൈൻ. അപ്പൊ ER 42 11 ER 42 11. അപ്പൊ E എന്ന് പറഞ്ഞ കവേർഡ് ദാറ്റ് ഈസ് ഇലക്ട്രോഡ്, കവേർഡ് ഇലക്ട്രോഡ് ആണ്. R എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് കവറിംഗ് ദാറ്റ് ഈസ് റൂട്ടൈൽ ആണ്. പിന്നീട് നമ്മളുടെ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഈൽഡ് അല്ലെങ്കിൽ നമ്മളുടെ ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ഈൽഡ് ആണ്. ടെൻസൈൽ സ്ട്രെങ്ത് അപ്പൊ 4 ആണെങ്കിൽ 410 510 മറ്റേത് 510 610 എന്നുള്ള റേഞ്ച് വരുന്നുണ്ടാവും. ഓക്കെ ഫൈൻ. അപ്പൊ 410 510 എന്നുള്ളതാണ് അതിന്റെ ന്യൂട്ടൺ പെർ എം സ്ക്വയർ ആണ് വരിക. 4 ആയതുകൊണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ അത് 4 ആകുമ്പോൾ കറസ്പോണ്ടിങ് ഈൽഡ് വാല്യൂ 330. ഈൽഡ് വാല്യൂ 330 ന്യൂട്ടൺ പെർ എം സ്ക്വയർ. ഓക്കെ ഫൈൻ. മിനിമം വാല്യൂ ആണ്. എന്നാൽ ഇവിടെ 5 ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ 5 ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കറിയാം 510 610 ന്യൂട്ടൺ പെർ എം സ്ക്വയറും കറസ്പോണ്ടിങ് 330 എന്നുള്ളത് എന്തായിട്ട് മാറും? 360 ആയിട്ട് മാറുന്നുണ്ടാവും അല്ലെ? ഓക്കെ ഫൈൻ. അപ്പൊ അത് നിർത്തുന്നാൽ മതി. പിന്നീട് നമുക്ക് 4 കഴിഞ്ഞാൽ, അപ്പോ E കഴിഞ്ഞു 6 കഴിഞ്ഞാൽ പിന്നെ 4 വരുന്നുണ്ട് അല്ലെ? 4 കണ്ടു. അതിനുശേഷം വരുന്ന 2 എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ടാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് പെർസെന്റേജ് ഇലോങ്ങേഷൻ അതുപോലെ തന്നെ ഇമ്പാക്ട് പ്രോപ്പർട്ടിയുമാണ്. പെർസെന്റേജ് ഇലോങ്ങേഷൻ ആൻഡ് ഇമ്പാക്ട് പ്രോപ്പർട്ടി. അതിനുശേഷം എന്താണ്? P ലൈക്ക് വെൽഡിംഗ് പൊസിഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കറണ്ട് വാല്യൂ. ഓക്കെ, കറണ്ട് വാല്യൂ. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മളുടെ ആ ഒരു കോഡ് ഇത് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള കോഡാണ്. സോ ER 42 11 എന്നുള്ളത്. ബാക്കി അതിനുശേഷം നമ്മൾ എന്താണ് എക്സും അല്ലെങ്കിൽ ജെയും കെയും ഒക്കെ വരുന്ന രീതിയിലുള്ള ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഇവിടെ ഒന്നും കാണുന്നില്ല, എക്സ്ട്രാ ഉള്ളതൊന്നും ഉണ്ടാവില്ല. ഇവിടെ ബേസിക് ആയിട്ടുള്ള കോഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അഡീഷണൽ ആയിട്ടുള്ള കോഡുകളൊന്നും കണ്ടില്ല ഇവിടെ. അപ്പൊ ER 42 11 എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, the electrode which deposit a more amount of weld metal per unit time. The electrode which deposit a more amount of weld metal per unit time. കൂടുതലായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഇലക്ട്രോഡ് ആണ്? ബേസിക് കോട്ടഡ് ഇലക്ട്രോഡ്, അയൺ പൗഡർ ഇലക്ട്രോഡ്, ഹെവി കോട്ടഡ് ഇലക്ട്രോഡ്, ഡീപ്പ് പെനട്രേഷൻ ഇലക്ട്രോഡ്. യെസ്. ഇവിടെ ഉത്തരം എന്താ? സംശയമൊന്നും വേണ്ട. ഇത്തരത്തിൽ ഡിപ്പോസിഷൻ റേറ്റ് കൂടുതലായിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ടു അല്ലെ? ദാറ്റ് ഈസ് അയൺ പൗഡർ ഇലക്ട്രോഡ് അല്ലെങ്കിൽ ടച്ച് ടൈപ്പ് അല്ലെങ്കിൽ കോണ്ടാക്ട് ടൈപ്പ് ഇലക്ട്രോഡുമായി ബന്ധപ്പെട്ടാണ് പെട്ടെന്ന് ഇഗ്നേറ്റ് ചെയ്യാൻ പറ്റുന്ന അയൺ പൗഡർ ഇലക്ട്രോഡ് ആണ് ബേസിക്കലി വെൽഡ് ദാറ്റ് ഈസ് ഡിപ്പോസിഷൻ റേറ്റ് കൂടുതലായിട്ടുള്ളത്. അത് യൂണിറ്റ് ടൈമിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇലക്ട്രോഡ്. ഓപ്ഷൻ ബി അയൺ പൗഡർ ഇലക്ട്രോഡ്. ഓക്കെ, അപ്പൊ കോണ്ടാക്ട് ഇലക്ട്രോഡ് അല്ലെങ്കിൽ അയൺ പൗഡർ ഇലക്ട്രോഡ് ആണ് ടച്ച് ടൈപ്പ് ഇലക്ട്രോഡ് എന്നറിയപ്പെടുന്നു. വളരെ പെട്ടെന്ന് അത് ഇഗ്നേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ലാർജ് എമൗണ്ട് ഓഫ് പൗഡർ അവിടെ അയൺ പൗഡർ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡിപ്പോസിഷൻ പെർ യൂണിറ്റ് ടൈം വളരെയധികം കൂടുതലാണ് എന്നുള്ളത് ഓർത്തിരിക്കാം.